ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ടൈഗ്രീസ് നദി ഇറാഖിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അറബിയിൽ ദിജ്ല എന്ന് പറയും. ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് ഇറാഖിലൂടെ തന്നെ കടന്നു പോകുന്ന മറ്റൊരു മഹാനദിയാണ് യൂഫ്രട്ടീസ്. ഈ രണ്ട് മഹാനദികൾക്കിടയിലുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്കാണ് മെസപ്പൊട്ടേമിയ. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ജനിച്ചതും നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തതും വെള്ളപ്പൊക്കമുണ്ടായതുമൊക്കെ മെസപ്പൊട്ടേമിയയിലാണെന്ന് ചരിത്ര സാക്ഷ്യമുണ്ട്. രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിലൊന്ന് ടൈഗ്രീസാൻ, മറ്റൊന്ന് യൂഫ്രട്ടീസാൻ. നല്ല ചൂടൊക്കെ ഉണ്ട് തോന്നുന്നല്ലേ കുട്ടികൾക്കൊക്കെ? ശബ്ദം ഇവിടുന്നാണ്. ഇവിടെ കുട്ടികൾക്ക് കുട്ടികളെ കളിക്കാണ്, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ. ഞാൻ ശബ്ദം ഉണ്ടായപ്പോഴേ കുട്ടികൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. സ്വാഭാവികമായും പന്തലിട്ട സ്ഥിതിക്കൊരു മഴയൊക്കെ പെയ്യാൻ ആഗ്രഹം ഉണ്ടാവും സംഘാടകർക്ക്. അപ്പോഴല്ലേ ഈ പന്തലിട്ടത് മുതലാവുള്ളൂ. അപ്പോൾ ഇച്ചിരി ചൂടിനൊക്കെ ഒരാക്കവും കിട്ടിയേക്കും. നമ്മുടെ നാട്ടിലൊക്കെ വരൾച്ചയും പ്രയാസവുമൊക്കെ പല ഭാഗങ്ങളിലുമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങി. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവൻ്റെ അനുഗ്രഹ വർഷം നമുക്കെന്നും ഉണ്ടാകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ഇങ്ങനെ ഒരു ശീർഷകം ഇന്നത്തെ പരിപാടിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം, ടൈഗ്രീസിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു സ്വർണ്ണഖനിയെക്കുറിച്ചോ ഒരു നിധിയെക്കുറിച്ചോ ഭൗതികമായ ഒരു നിധിയെക്കുറിച്ചോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ ചരിത്രത്തിലേക്ക് വരാം. ഖലീഫയായിരുന്ന ഹാറൂൻ റഷീദിൻ്റെ മകൻ മഅ്മൂൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ബിദ്അഈ ആശയമായിരുന്നു. അദ്ദേഹം മുഅ്തസിലി ആശയം കൊണ്ടു നടന്ന ആളാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പ്രോസിക്യൂഷൻ, ശിക്ഷയ്ക്ക് വിധേയനാക്കിയ ആളാണ്. അങ്ങനെ ഒരുപാട് കറുത്ത അധ്യായങ്ങൾ മഅ്മൂനിൻ്റെ ജീവിതത്തിലുണ്ട്. അമീൻ, മഅ്മൂൻ രണ്ടുപേരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഅ്മൂനിൻ്റെ ഒരു മകൻ അലി ഇബ്നുൽ മഅ്മൂൻ, അദ്ദേഹം ക്രൗൺ പ്രിൻസ് ആയിരുന്നു, അന്നത്തെ രാജകുമാരനാണ്. അലി ഇബ്നുൽ മഅ്മൂൻ താമസിക്കുന്നത് ദിജ്ലയുടെ ടൈഗ്രീസിൻ്റെ പരിസരത്ത്. മഅ്മൂൻ തൻ്റെ പിതാവ് തയ്യാർ ചെയ്ത വലിയ ഒരു കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വിശാലമായി ഒഴുകുന്ന, അറബ് ലോകത്ത് തന്നെ വിചിത്രമായ അത്ഭുതമായ ടൈഗ്രീസ് നദി. ആ നദിയിലെ വെള്ളവും വള്ളങ്ങളും ബോട്ടും ജനങ്ങൾ കടന്ന് പുഴ കടക്കുന്നതും വരുന്നതും, ഒരുപാട് യാത്രക്കാർ, അതിനോടനുബന്ധമായ ഒരുപാട് അങ്ങാടികൾ, മാർക്കറ്റുകൾ, ഇതൊക്കെയുള്ള സജീവമായ ഒരു കാഴ്ചയാണ് അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിൽ നോക്കിയാൽ കാണുന്നത്. അന്നത്തെ ഏറ്റവും വലിയൊരു മുതലാളിയുടെ മകനാണ് അലി ഇബ്നുൽ മഅ്മൂൻ എന്നോർക്കണം. അലി ഇബ്നുൽ മഅ്മൂനിൻ്റെ ഉമ്മയാണ് 500 കിലോ സ്വർണം. എത്ര? 500 കിലോ സ്വർണം ചെലവഴിച്ച് മക്കയിലെ ഹാജിമാർക്ക് തായിഫിൽ നിന്ന് ഒരു കിണറ്റിൽ നിന്ന്, ഒരു അരുവിയിൽ നിന്ന് അറഫ മുസ്ദലിഫ വഴി ഹറമിലേക്ക് ഹാജിമാർക്ക് ആവശ്യമായ വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാല് നിർമ്മിച്ച മഹദിയാണ് അലി ഇബ്നുൽ മഅ്മൂനിൻ്റെ വല്യുമ്മ, മഅ്മൂൻ രാജാവിൻ്റെ ഉമ്മ, ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ.
ആ കനാലിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമ്മൾ സൗദി അറേബ്യയിൽ ചെന്ന് മക്കയിലൂടെ ഉംറയുടെ ഭാഗമായോ മറ്റോ നമ്മൾ കറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ അറഫയുടെ പരിസരങ്ങളിൽ കാണാൻ കഴിയും. ഐനു സുബൈദ എന്നാണ് ഇതിന് പറയാം. സുബൈദ ബീവി ഉണ്ടാക്കിയ ആ ഒരു അരുവി, നമ്മളതിനെ സംബന്ധിച്ചുള്ള ചരിത്രം പ്രഭാഷണത്തിൽ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിഷയം അതല്ല. മുതലാളിയായ ഒരു ഉമ്മ അല്ലേ, അതിലേറെ ഗംഭീരമാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് നല്ല ബുദ്ധിമാനായ ഇസ്ലാമിക നിഷ്ഠയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഹാറൂൺ റഷീദിന്റെ മകനാണ് മഅ്മൂൻ. മഅ്മൂനിന്റെ മകൻ അലീബിൽ മഅ്മൂനിന്റെ ചരിത്രമാണ് നമ്മൾ പറയാനിരിക്കുന്നത്. പക്ഷെ ഒരൽപ്പം ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ വേണമല്ലോ ഒരു വിഷയം പറയുമ്പോൾ. പിന്നെ നമ്മുടെ കുറച്ച് കസേരകൾ അവിടെ വേണ്ടി വരും, ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഘാടകർ അടിയന്തരമായും സൗകര്യം ചെയ്തു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നമ്മുടെ പള്ളിയോ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. കസേര കൊണ്ടുവന്നുണ്ട് മാഷാ അല്ലാഹ്. ഹാറൂൺ റഷീദ് തൻ്റെ ഭാര്യ സുബൈദയുമായി നടന്ന ഒരു ചെസ് മത്സരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. സുബൈദ ബീവിക്ക് ഭർത്താവ് ഹാറൂൺ റഷീദിൽ നിന്ന് ജനിച്ച പുത്രനാണ് അമീൻ. മഅ്മൂൻ ഹാറൂൺ റഷീദിന്റെ മകനാണ്, പക്ഷെ ഉമ്മ സുബൈദ ബീവി അല്ല, ഉമ്മ മറ്റൊരാളാണ്. അധികാര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മഅ്മൂൻ അമീൻ എന്ന് പറഞ്ഞ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അമീൻ മരിച്ചു വീണപ്പോൾ ഉമ്മയായ സുബൈദ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഅ്മൂനിനോട്. മഅ്മൂൻ അതുവരെ വിചാരിച്ചത് തൻ്റെ ഉമ്മയാണ് സുബൈദ എന്നാണ്, സുബൈദ ബീവി. അന്ന് സുബൈദ ബീവി പറഞ്ഞു, മഅ്മൂൻ, നിന്റെ കരങ്ങളാൽ എൻ്റെ ഉദരത്തിൽ നിന്ന് ജന്മം കൊണ്ട അമീൻ മരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ പിതാവിനോട് ഞാനത് ചെയ്യിക്കില്ലായിരുന്നു, ഞാനത് പറയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഅ്മൂൻ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്ക് തെറ്റുപറ്റുപോയിട്ടുണ്ട്, ശരി തന്നെ. ഞാൻ എൻ്റെ സഹോദരൻ അധികാരത്തിൻ്റെ കൊതിയിൽ വധിച്ചു കളഞ്ഞു. ലോകത്തിൻ്റെ ചരിത്രം അതാണ്. മനുഷ്യൻ അധികാരത്തിന് വേണ്ടിയാണ് രാജ്യങ്ങൾ, പഞ്ചായത്ത്, വാർഡ് മുതൽ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു യുദ്ധപ്രതീതമായ ഒരു ചുറ്റുപാടുകൾ. മനുഷ്യൻ ചിന്തിക്കുകയാണ് കാലാകാലം ഞാനിവിടെ വാഴുമെന്ന്. പക്ഷേ അധികാരം ഒരു ജ്വരമാണ്. അതിൻ്റെ പിറകെ നടക്കുന്ന കൊലപാതകങ്ങളും ധ്വംസനങ്ങൾ പോലും മനുഷ്യൻ വില കൊടുക്കാറില്ല. മഅ്മൂൻ അമീനിനെ വധിച്ചിരിക്കുന്നു. സുബൈദ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടില്ലായിരുന്നു മോനെ, എനിക്ക് പറ്റിയ അബദ്ധമാണ് മഅ്മൂൻ, നിന്റെ ജന്മം എന്ന് പറഞ്ഞു. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? അങ്ങനെ സുബൈദ ബീവി ചരിത്രം പറഞ്ഞു കൊടുത്തു. നിന്റെ വാപ്പയും ഞാനും, ഹാറൂൺ റഷീദും ഞാനും ഒരു ദിവസം ചെസ് കളിച്ചു. ലഅബുൻ നർജ് എന്ന് പറയും. ഞങ്ങളങ്ങനെ ചെസ് കളിക്കാറുണ്ട്. രാജാക്കന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെ ഒരു ഹോബിയാണ്. ബുദ്ധിമാനികൾ ബുദ്ധി അളക്കുന്ന ഒരു കളി എന്നൊക്കെ അറിയപ്പെടുന്ന കളിയാണല്ലോ അത്. അപ്പോൾ ഞങ്ങളന്നൊരു പന്തയം വെച്ച് മത്സരിച്ചു. ആരാണോ ജയിക്കുന്നത് ആ ജയിക്കുന്ന ആള് എന്ത് പറയുന്നോ തോൽക്കുന്ന ആള് അത് ചെയ്തിരിക്കണം. ഭാര്യയും ഭർത്താവുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ അന്നൊരിക്കൽ ഞാനും നിന്റെ വാപ്പയും ചെസ് കളിച്ചപ്പോൾ നിന്റെ പിതാവ് ഹാറൂൺ റഷീദ് ജയിച്ചു. അന്ന് ഹാറൂൺ റഷീദ് എന്നോടൊരു കാര്യം പറഞ്ഞു, സുബൈദ, ജയിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യാൻ ഒരുക്കമാണ്. നമ്മൾ ആ ഒരു കണ്ടീഷനിലാണ് കളിക്കാൻ തുടങ്ങിയത്. പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. സുബൈദ, ഈ കൊട്ടാരം സന്ധ്യയായാൽ കൊട്ടാരത്തിലെ പരിചാരകന്മാരൊക്കെ ഇറങ്ങിപ്പോയാൽ ഈ കൊട്ടാരത്തിൻ്റെ മേലെ തട്ടിൽ, ഫസ്റ്റ് ഫ്ലോറിൽ നീ വിവസ്ത്രയായി ഒന്ന് നടക്കണം എന്ന് പറഞ്ഞു. ഹേ, അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. വസ്ത്രമൊന്നുമില്ലാതെ നിന്റെ ഭർത്താവാണ് ഞാൻ, നിന്റെ ശരീരം കാണൽ എനിക്ക് അനുവദനീയമാണ്. ഈ കൊട്ടാരത്തിൽ മറ്റാരും കാണാനില്ല.
എൻ്റെ ആഗ്രഹം അതാണ്, നീ ഒന്ന് വിവസ്ത്രയായി ഈ കൊട്ടാരത്തിലൂടെ ഒന്ന് നടക്കണം, എൻ്റെ ആഗ്രഹം അതാണ്, നീ അത് ചെയ്തേ പറ്റൂ. സുബൈദ ബീവി പറഞ്ഞു, ഹാറൂൺ റഷീദ് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, അത് മാത്രം എന്നെ കൊണ്ട് സാധ്യമല്ല. പറഞ്ഞു, എനിക്കത് തന്നെയാണ് വേണ്ടത്. പിന്നെയും കെഞ്ചി പറഞ്ഞു, നിങ്ങൾ അത് മാത്രം എന്നോട് പറയല്ലേ. അനുവദിക്കപ്പെട്ടതാണത് തീർച്ചയായും. പക്ഷേ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ കാണൽ അനുവദനീയമാണ്. പക്ഷേ ഒരു കൊട്ടാരത്തിൽ അങ്ങ് റോന്തു ചുറ്റുകയോ, ആരും കാണില്ലെന്ന് ശരി തന്നെയാണ്, എന്നാലും ഒരു ഐബ്, ഒരു നാണക്കേട്, ഒരു മനുഷ്യന്റെ ബെഡ്റൂമിൽ നടക്കുന്ന ഒരു സീനറി അല്ലല്ലോ, ഒരു സിനാരിയോ അല്ലല്ലോ. ഒരു വീടിലൂടെ, ഒരു കൊട്ടാരത്തിലൂടെ കറങ്ങുകയോ, ദയവ് ചെയ്ത് അത് മാത്രം എന്നോട് പറയല്ലേ. സുബൈദ ബീവി താണുകയെന്ന് പറഞ്ഞിട്ടും ഹാറൂൺ റഷീദ് സമ്മതിച്ചില്ല. അങ്ങനെ ബെറ്റുവെച്ചതാണ്, പറഞ്ഞ വാക്ക് പാലിക്കണം. സുബൈദ ബീവി വസ്ത്രം അഴിച്ചു വെച്ച് കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ഓട്ടമോടിയിട്ട് ബെഡ്റൂമിലേക്ക് കടക്കുകയാണ് ചെയ്തത്. നാണം കൊണ്ട്, ലജ്ജ കൊണ്ട് തല താഴ്ത്തിയിട്ട്. തൻ്റെ ഭർത്താവ് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, വേറെ ആരും അത് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും അവർക്കത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. സുബൈദ ബീവി തീരുമാനിച്ചു, ഞാനെങ്ങാനും എന്നെങ്കിലും ജയിച്ചാൽ ഇതിന് ഞാൻ പകരം വീട്ടും. അങ്ങനെ മറ്റൊരു ദിവസം അവർ പന്തയും വെച്ചു കളിച്ചു. ആ കളിയിൽ സുബൈദ ബീവി ജയിച്ചു, ഹാറൂൺ റഷീദ് തോറ്റു. തന്നെ വിവസ്ത്രയായി ഓടിക്കാൻ അന്ന് വാശി പിടിച്ച ഭർത്താവിനെ ഒന്ന് പറ്റിക്കണം, പണി കൊടുക്കണമെന്ന് തീരുമാനിച്ച് സുബൈദ ബീവി ഹാറൂൺ റഷീദിനോട് പറഞ്ഞത്, തൻ്റെ കൊട്ടാരത്തിലുള്ള പരിചാരികകളും അടിമസ്ത്രീകളുമായ പെണ്ണുങ്ങളിൽ ഏറ്റവും അഗ്ലിയായ, കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത, തീരെ സൗന്ദര്യമില്ലാത്ത വികൃതയായ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഒരു അടിമസ്ത്രീയെ ഉടമസ്ഥന് വേൾക്കൽ അനുവദിക്കപ്പെട്ടതാണ് ഇസ്ലാമിക ശരീഅത്തിൽ. ഇന്ന് അടിമ സമ്പ്രദായമില്ല, വേലക്കാരികൾ അടിമകളല്ല. അടിമ സമ്പ്രദായം ലോകത്ത് മിനിമം 150 years ബാക്ക് ലോകത്തില്ലായ്മ ചെയ്യപ്പെട്ടു എന്നാണ്. 150 കൊല്ലങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായം ലോകത്ത് തീരെ അതിൻ്റെ ഒരംശം പോലും ബാക്കിയില്ലാതെ ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് അടിമകളുണ്ട്. സുബൈദ പറഞ്ഞു, ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ അടിമകളിൽ, പെണ്ണുങ്ങളിൽ ഏറ്റവും വിരൂപിയായൊരു പെണ്ണ്, നിങ്ങൾ അവളുടെ കൂടെ വേൾക്കണം, അവളുടെ കൂടെ ശയിക്കണം, അതാണ് എൻ്റെ വാശി, എൻ്റെ ഡിമാൻഡ് അതാണെന്ന് പറഞ്ഞു. ഹാറൂൺ റഷീദ് ഒരുപാട് പിന്മാറാൻ ശ്രമിച്ചു. എന്നെ വാശി പിടിച്ച് നിങ്ങൾ ചെയ്യിപ്പിച്ച പോലെ നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹാറൂൺ റഷീദ് തൻ്റെ ഭാര്യയ്ക്ക് വഴങ്ങി. ആ അടിമസ്ത്രീയിൽ ജനിച്ച മോനാണ് ഈ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി. അമീൻ എന്ന സ്വന്തം മകനെ കൊല ചെയ്തപ്പോ സുബൈദ ബീവി പറയുകയാണ്, മഅ്മൂൻ വേണ്ടില്ലായിരുന്നു, ഞാൻ നിന്റെ ഉപ്പയോടത് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ജനിച്ച നീയെ എൻ്റെ ഉദരത്തിൽ പിറന്ന എൻ്റെ അമീനിന്റെ ഘാതകനായല്ലേ എന്ന് പരിതപിച്ചിട്ടുണ്ടായിരുന്നു സുബൈദ ബീവി. ആ മഅ്മൂനും അമീനും ഒരു മദ്രസയിലാണ് പഠിച്ചത്, ഒരു ഉസ്താദിന്റെ കീഴിലാണ് പഠിച്ചത്. ഹാറൂൺ റഷീദ് മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകനോട് ആദ്യമായി ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞത്, എൻ്റെ മക്കൾക്ക് നിങ്ങൾ അദ്ദിബുഹുമാ ഖബ്ല അൻ തുഅല്ലിമഹുമാ, എൻ്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ മദ്രസയുടെ ചുമരിനരികത്തുകൂടെ ജനലിലൂടെ വന്നു നോക്കുന്നു ഹാറൂൺ റഷീദ്. നോക്കുമ്പോൾ ഗുരുനാഥനായ ഉസ്താദ് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഉസ്താദിൻ്റെ ചെരുപ്പ് ഞാൻ എടുത്തു വെക്കുമെന്ന് രണ്ടുപേരും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കെ, അമീനും മഅ്മൂനും, ഞാൻ എടുത്തു വെക്കുമെന്ന് വാശി പിടിച്ച് ഉസ്താദിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന കാഴ്ച കണ്ടപ്പോൾ ഹാറൂൺ റഷീദിന് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. കൊട്ടാരത്തിലേക്ക് ഗുരുനാഥനെ വിളിച്ചു, മദ്രസ അധ്യാപകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ആരാണ് അഅസ്സുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവരാരാണ് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവ്, ഭരണാധികാരി അങ്ങ് തന്നെ. പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. അഅസ്സുന്നാസ് മൻ യഖ്തസിമു അലാ നഅലൈഹി വലിയ അഹദി അമീരിൽ മുഅ്മിനീൻ, എൻ്റെ മക്കളിൽ രാജാധികാരം സ്വീകരിക്കേണ്ട എൻ്റെ പിന്നിൽ വരുന്ന രാജകുമാരന്മാർ ഏതൊരു ഗുരുനാഥന്റെ ചെരുപ്പെടുത്തു വെക്കാനാണോ മത്സരിക്കുന്നത്, ആ ഗുരുനാഥനാണ് ഏറ്റവും വലിയ ബഹുമാനമർഹിക്കുന്ന ആൾ,
ഭരണാധികാരിയല്ല എന്ന് ഒരു മദ്രസാധ്യാപകനെ വാനോളം പുകഴ്ത്തിയ ആളാണ് ഹാറൂൻ റഷീദ്. ഹാറൂൻ റഷീദിന്റെ മകൻ, ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച മകൻ മഅ്മൂൻ മതം പഠിച്ചിട്ടുണ്ട്. പക്ഷേ മഅ്മൂനിന്റെ ചിന്തകളിൽ ബിദ്അഈ ആശയങ്ങൾ, പുത്തനാശയങ്ങൾ കയറിക്കൂടിയിരുന്നു. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം മഅ്മൂനാണ് അന്നത്തെ കാലങ്ങളിൽ പ്രചാരണം ചെയ്തത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെയൊക്കെ വളരെ ക്രൂരമായി ശിക്ഷിച്ചതും മഅ്മൂനായിരുന്നു. ആ മഅ്മൂനിന്റെ മകൻ ആഡംബരത്തിൽ കഴിയുന്ന അലി ഇബ്നുൽ മഅ്മൂൻ, ദിജ്ലായുടെ തീരത്ത് കൊട്ടാരത്തിനകത്ത് എല്ലാ സുഖവുമുണ്ട്, ഭക്ഷണം ആഗ്രഹിക്കുന്നത്, പഴവർഗ്ഗങ്ങൾ ഇറാഖിൽ ലഭ്യമാകുന്നത് മുഴുവൻ, ഇല്ലാത്തത് യൂറോപ്പിൽ നിന്ന് തുർക്കി വഴി കടന്നു വരും. എല്ലാ ബ്രാൻഡുകളും, അന്നത്തെ ഏറ്റവും നല്ല ബ്രാൻഡ് യമനി ബ്രാൻഡുകളാണ്. യമനിൽ നെയ്തെടുക്കപ്പെടുന്ന വസ്ത്രങ്ങളാണ് അറബ് ലോകത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ക്ലോത്ത്സ്. അതെല്ലാം ധരിക്കുന്ന ആളാണ് അലി ഇബ്നുൽ മഅ്മൂൻ. നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ എല്ലാ ആഡംബരങ്ങളുമുണ്ട്, പക്ഷേ ജീവിതത്തിൽ സമാധാനമൊന്ന് മാത്രം കാണുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. തൻ്റെ പിതാവ് സുഖലോലുപനായി മരിച്ചു. ആ തൻ്റെ വല്യുപ്പ ഹാറൂൻ റഷീദ് ജീവിച്ചിരിപ്പുണ്ട്. മഅ്മൂനിന്റെ മകനാണ് അലി ഇബ്നുൽ മഅ്മൂൻ. തൻ്റെ പിതാവിന് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് മാത്രം, ഒരു നിധി, മനസ്സമാധാനം മാത്രം ലഭിക്കുന്നില്ല. എല്ലാ ഐഹിക ഭൗതിക സൗകര്യങ്ങളുമുണ്ട്, സമാധാനമില്ല. അതെവിടെ നിന്ന് ലഭിക്കുമെന്ന് ദിജ്ലയുടെ ഓരത്ത് നിന്ന്, തന്റെ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കിയിരുന്ന് ചിന്തിക്കുകയാണ് ഒരു ദിവസം അലി ഇബ്നുൽ മഅ്മൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون من كان يريد الحياة الدنيا ഐഹികമായ ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശരീരത്തിന് നല്ല സുഖം വേണം, പാർപ്പിടത്തിലും വാഹനത്തിലും ചുറ്റുപാടിലും ജീവിതത്തിലും സമ്പത്ത് കൊണ്ട് ആഡംബരം കൊണ്ട് കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അവരുടെ കർമ്മങ്ങൾക്ക് പകരമായി ഐഹികമായ ലോകത്തിന്റെ ആഡംബരങ്ങൾ നാം അവർക്ക് നൽകുന്നതാണ്. ഈ ലോകത്ത് കാശുമതി എന്ന് ചിന്തിക്കുന്നവർക്ക്, ബിസിനസ് ചെയ്ത് സമ്പാദിക്കണം എന്ന് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ, ശരീരത്തിന്റെ ആഗ്രഹം മദ്യപാനവും മയക്കുമരുന്നും വ്യഭിചാരവും കറങ്ങി നടക്കലും ചാടിപ്പോകലും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ അവർക്കതിന്റെ സൗകര്യം നാം ചെയ്തു കൊടുക്കും. അല്ലാഹു പറയാണ്, نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. എന്നിട്ട് എന്ത് സംഭവിക്കും? أولئك الذين ليس لهم في الآخرة إلا النار. നാളെ പരലോകത്തവർക്ക് നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഈ ലോകത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുമാത്രമേ അവരുടെ മനസ്സിൽ ന്യായമായും അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് നാം ഇവിടെ കൊടുത്തു. അതുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷയില്ല. അവർ ദുനിയാവിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി. അവർ ചെയ്തിരുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ഈ ലോകത്തിന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് ജീവിക്കുന്നവർക്ക് അത് തന്നെയാണ്.
അലി ഇബ്നുൽ മഅ്മൂൻ ആഡംബരത്തിൽ ജീവിക്കുന്നു. സുഖസൗകര്യങ്ങൾ വേണ്ടത് വേണം. 100 കണക്കിന് കുതിരകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമുള്ളതിനെ കയറി ഓടിക്കാൻ. ഇഷ്ടം പോലെ മൃഗങ്ങളുള്ള ഹദീഖത്തുൽ ഹയവാൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട്. സൂ ഉണ്ട്, ഇഷ്ടം പോലെ പക്ഷികളുണ്ട്, ഇവിടെ ജീവജാലങ്ങളുണ്ട്. ഒരു ലോകത്തിന്റെ പ്രസിദ്ധമായ ഒരു സൂവിൽ കാണപ്പെടുന്ന എല്ലാ മൃഗങ്ങളും അന്ന് ബഗ്ദാദിലെ കൊട്ടാരത്തിലുണ്ടെന്നാണ്. മനോഹരമായ പഴത്തോട്ടങ്ങൾ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്. അന്ന് പറയും, ഒരു കൊട്ടയിടത്ത് നടന്നുപോയാൽ പറിക്കേണ്ട കാര്യമില്ല. മരത്തിനടിയിലൂടെ, വൃക്ഷങ്ങൾക്കടിയിലൂടെ ഒരു കാലി കൊട്ട പിടിച്ച് നടന്ന് ഒരു റൗണ്ട് പൂർത്തിയായാൽ ഒരാൾക്ക് തിന്നാവുന്നതിലും ധാരാളം ആ കൊട്ടയിൽ വീണ് കാണും. അത്രയും പഴവർഗ്ഗങ്ങളുള്ള ഇഷ്ടം പോലെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന അലി ഇബ്നുൽ മഅ്മൂൻ ഒന്ന് മാത്രം കിട്ടാതെ ദാഹിക്കുകയായിരുന്നു: മനസ്സമാധാനം. വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? വമൻ അഅറള അൻ ദിക്രി, എന്നെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ആരെങ്കിലും മുഖം തിരിച്ചു കളഞ്ഞാൽ, എന്നെ ഓർക്കാതെ രാവിലെ വൈകുന്നേരം പ്രഭാതമാകുമ്പോൾ അദ്കാറുസ് സ്വബാഹ് ചൊല്ലേണ്ടതുണ്ട്, വൈകുന്നേരമാകുമ്പോൾ അദ്കാറുൽ മസാ, വൈകുന്നേരം ചൊല്ലേണ്ട വിർദുകളുണ്ട്. എല്ലാ അന്നം വായിലേക്ക് ചെല്ലുമ്പോഴും ദിക്റുണ്ട്. വിസർജ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ ദിക്റ് ചൊല്ലേണ്ടതുണ്ട്. ഭവനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതാണ് ചൊല്ലുന്നത്. വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ദിക്റുണ്ട്. ശയിക്കാൻ കിടക്കുമ്പോൾ ദിക്റുണ്ട്. കണ്ണു തുറന്ന് ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി, പടച്ചവനെ എൻ്റെ ആത്മാവ് തിരിച്ചു തന്നവനെ നിനക്ക് നന്ദി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ചു ഉറങ്ങുന്നവരെ ദിക്റുകൾ ഉണ്ടല്ലോ. വമൻ അഅറള അൻ ദിക്രി, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളോട്, നബിയെ കൈകളിൽ വ്രണങ്ങൾ വന്നു, നബിയെ ആസുകല്ലിൽ ഉരച്ചിട്ട് ഗ്രൈൻഡർ കൊണ്ട് കൈ വർക്ക് ചെയ്തിട്ട് കൈകളിൽ നബിയെ ബ്ലിസ്റ്ററുകളാണ്, മുറിവാണ്, മുഴകളാണ്, നബിയെ മുറിവുണ്ട്, പ്രയാസമുണ്ട്. എനിക്കൊരു വേലക്കാരി പെണ്ണിനെ അങ്ങ് ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അലാ അദുല്ലുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി. അലിയെ, ഫാത്തിമ, നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു വേലക്കാരനേക്കാളും നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസമുണ്ടാകാൻ നല്ലൊരു പണി ഞാൻ പറഞ്ഞു തരട്ടെയോ? റദീനാ ബിറസൂലില്ലാഹി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് പൊരുത്തമാണ്. ഇദാ അതൈതുമാ മദ്ജഅകുമാ, ഫാത്തിമ, അലി, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ ചെന്നാൽ, നിങ്ങളുടെ ശരീരഭാഗം ബെഡിൽ കിടത്തി വെച്ചാൽ ഫഖൂലാ, നിങ്ങൾ പറയണേ രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി ദിക്റ് ചൊല്ലണേ. ഫസബ്ബിഹ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം. വഹ്മിദ 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം. വകബ്ബിറ 34 തവണ അല്ലാഹു അക്ബർ. അത് ചൊല്ലിയാൽ മോളെ അല്ലാഹു നിങ്ങൾക്ക് ശരീരത്തിന് ആശ്വാസം തരും,
നിങ്ങൾ ചോദിച്ച വേലക്കാരിയേക്കാളും ഖൈർ അതാണ് എന്ന് സ്വന്തം മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം മുഴുവനും സൃഷ്ടാവായ ജീവൻ തന്ന ശരീരം പടച്ചവനായ ഈ ലോകത്തിന്റെ രക്ഷിതാവ്, രാവും പകലും പടച്ചവൻ, അസ്തമയവും ഉദയവും സാധിപ്പിക്കുന്നവൻ. നമ്മൾ ഇരുട്ടിലാണ്. ആർക്ക് വെളിച്ചം തരാൻ കഴിയും? സൂര്യനെ ആർക്ക് പിടിച്ച് നമുക്ക് ഉയർത്തിത്തരാൻ കഴിയും? ഭൂമിയെ ആർക്ക് കറക്കാൻ കഴിയും? അതിന്റെ ഓൺ ആക്സിസിൽ ഭൂമി കറങ്ങുന്നുവെന്ന് പറയുമ്പോഴും ആരാണ് ആ കറക്കുന്നത്? സർവേശ്വരനായ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ആ തമ്പുരാനോടുള്ള നിരന്തരമായ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത്. അലി ഇബ്നുൽ മഅ്മൂനിന് ലഭിക്കാതെ പോയ നിധിയും എല്ലാ ആഡംബരങ്ങളും ഉണ്ടായിരിക്കെ സമാധാനം മാത്രമുണ്ടായില്ല. ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല. നമ്മൾ ഓരോരുത്തർക്കും സമാധാനമുണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല. പിന്നെയോ അലാ, അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയണം, വിശ്വാസികൾക്ക് അറിയണം. അലാ, അറിയണം, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത്, പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മനസ്സമാധാനമുണ്ട്, ടെൻഷനില്ലല്ലോ. അലാ ബിദിക്രില്ലാ, പ്രായമായ വഖദ് സഖതത് ഹാജിബാഹു അലാ ഐനൈഹി, രണ്ട് കൺപോളകളും കണ്ണുകളിലേക്ക് ചാന്നിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ഹബീബായ നബി തങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായ ഈ മനുഷ്യൻ നബി തങ്ങളോടൊരു കാര്യം പറഞ്ഞു, നബിയേ, ഖദ് കസുറത് അലയ്യ ശആഇറുൽ ഇസ്ലാം, ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയേ, എനിക്ക് എല്ലാം കൊണ്ടു നടക്കാൻ കഴിയില്ല. ഫദുല്ലനി അലാ അമലിൻ അതശബ്ബസു ബിഹി ഹത്താ അൽഖല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരും നബിയെ. ഒന്ന്, എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത്. ഒരുപാട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ഇതൊന്നും എന്നെ കൊണ്ട് ഇനി കഴിയില്ല. പ്രായമായി നബിയെ, പ്രായമായി, ഒരു കാര്യം പറഞ്ഞു തരൂ, ഒന്ന്, ഞാനത് കൊണ്ടു നടക്കാം. ആ മനുഷ്യനോടാണ് ഹബീബാ നബി പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. പ്രായമായില്ലേ, ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം, അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം. രക്ഷിതാവായ റബ്ബിനെ കാണാൻ നേരമായി, ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകാനായി എന്ന മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നരയെന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം. പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത്, കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത്, നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ജീവിതത്തിൽ ദിക്ർ എന്താണെന്ന് അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂൻ സുഖാസ്വാദനങ്ങളല്ലാതെ, ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല ജീവിതത്തിൽ. ഖുർആൻ അത്തരക്കാരെ കുറിച്ചാ പറഞ്ഞത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്നെ ഓർക്കാതെ നടക്കുന്നവരെ, അവര് ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും. സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര്, പോയി കഴിഞ്ഞവര്, കാനഡയും ബ്രസീലും
സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടു. പിന്നെ ലോകത്തിന് എന്താ ബാക്കിയുള്ളത്? കറങ്ങേണ്ടതെല്ലാം കറങ്ങി. ലഭ്യമായ കള്ളുകളും വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു. വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സമാധാനം കിട്ടുമോ അവർക്ക്? എവിടെ നിന്ന് കിട്ടാനാണ്? ശരീരം പിന്നെയും ദാഹിക്കുകയാണ്. ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ്. തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല, അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പു തിന്നുന്നവനെ പോലെ. ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം, അവള് മാറി വേറൊരാള് വേണം, അവള് കഴിഞ്ഞാൽ വേറൊരുത്തി വേണം. ഇങ്ങനെ നിരന്തരമായ ആർത്തി പൂളുന്ന ശരീരമാണ് മനുഷ്യ ശരീരം. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. വിശുദ്ധ ഖുർആൻ ഈ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടവരാണ് നമ്മള്. ഖുർആൻ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന് തെന്നിമാറി ജീവിക്കുന്നവർ, ആ ആളുകൾക്ക് ഫഇന്ന ലഹു മഈശതൻ ദൻകാ, ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുള്ളത്. അവർ കൊട്ടാരം പണിതിരിക്കാം, അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദിക്റില്ല ആ വീട്ടിൽ. യാസീൻ ഓതപ്പെടാറില്ല. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല, അവിടെ അള്ളാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല, മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല. ഭൗതികമായ എല്ലാം അവിടെയുണ്ട്. ഇത്തരം ആളുകൾക്ക് എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ്. മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ. അള്ളാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കാൻ. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ സന്തുഷ്ടരല്ല. അവര് ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. അതെവിടെയാണ് കിട്ടുന്നത്? നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ, ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യഷാപ്പുകളിൽ കയറിയിറങ്ങുന്നത്. അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത്. അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത്. ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിലെ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ? അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ചൈഗ്രീസിലേക്ക് നോക്കുകയാണ്. ഒരുപാട് ആളുകൾ തോണി കടന്ന് സൂഖിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. ആ മനുഷ്യനെ നാളുകളായി അലി ഇബ്നുൽ മഅ്മൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ആളുകളുടെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഹമ്മാലായ ഒരു മനുഷ്യൻ, ജനങ്ങളുടെ ചുമട് ചുമക്കുന്ന ഒരാൾ. ടൈഗ്രീസ് നദിയിൽ തോണിയിൽ വരുന്ന ചാക്കുകൾ തോളിലെടുത്ത് അദ്ദേഹം സൂഖിലേക്ക് നടന്നു വരുന്നു. ആ സാധാരണക്കാരന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടു, നല്ലൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു പ്രഭ. ആ മനുഷ്യനെ ശരിക്കും മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ, ഇനി അദ്ദേഹം ജീവിതം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മഹാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ടൈഗ്രീസിന്റെ നദീതീരത്ത് നിന്ന് ചുമടെടുത്ത് പ്രസന്നനായ മുഖവുമായി വരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യന്റെ മുഖത്തെ പ്രഭ കണ്ടപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ ചിന്തിച്ചു, എനിക്ക് ഈ സുഖലോലുപതയിൽ ലഭ്യമാവാത്തതെന്തോ ഒരു നിധി ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ടല്ലോ. ദുഹാ നിസ്കാരത്തിന്റെ നേരമാകുമ്പോൾ അദ്ദേഹം ചാക്കുകൾ താഴെ വെച്ച് അദ്ദേഹം ദിജ്ലായിലേക്ക് ടൈഗ്രീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉദു എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബുൽ അർളി വസ്സമാവാത്ത്, ആകാശലോകങ്ങളുടെ രക്ഷിതാവിനോട് എന്തൊക്കെയോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ഖുബ്സ് എടുത്ത് ഒരു ഖുബ്സ് വാങ്ങിക്കാനുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉച്ചനേരം വരെ അദ്ദേഹം ആളുകളുടെ ചുമടുകൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങാടിയിൽ വരും, ദിജ്ലയിലേക്ക് ചെല്ലും, തിരിച്ചു വരും, തിരിച്ചു പോകും. ഉച്ചനേരം ശ്രദ്ധിച്ചു അലി ഇബ്നുൽ മഅ്മൂൻ.
തിരക്കുകൾക്കിടയിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനാണ് അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹിദായത്തിന് കാരണമാകുന്നത്. ഒരു ദിർഹത്തിന് അദ്ദേഹം ഒരു റൊട്ടി വാങ്ങിക്കുന്നു. ആ റൊട്ടിയും കൊണ്ട് അദ്ദേഹം ദിജ്ലയിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ദിജ്ലായുടെ ടൈഗ്രീസിന്റെ കരയിൽ നിന്ന് ആ വെള്ളത്തിൽ റൊട്ടി മുക്കിയതിനെ മയപ്പെടുത്തി ദിജ്ലയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ഈ നനഞ്ഞ റൊട്ടി കടിച്ചു തിന്നുകയും ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരൽപ്പം ഉറങ്ങുന്നു. നല്ല ഒരു ഉറക്കം. 1 മണിക്കൂർ നേരത്തെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി ചുമട് പിടിക്കലാണ്, ആളുകളുടെ ഭാരം ചുമക്കലാണ്. അധ്വാനമാണ്, അധ്വാനമാണ്, നോക്കുകൂലിയല്ല, പണിയെടുക്കാൻ. തോളിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നടന്ന് അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കഴിഞ്ഞ് മഗ്രിബാകുമ്പോൾ ഒരു റൊട്ടിയും വാങ്ങിച്ചിട്ട് അദ്ദേഹം ദിജ്ലയും കടന്ന് അക്കരെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു അലി ഇബ്നുൽ മഅ്മൂൻ. നാളുകളായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ ദിനചര്യ ഒരേപോലെ. അലി ഇബ്നുൽ മഅ്മൂന് കൗതുകമായി, ആ മനുഷ്യനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിലെ തന്റെ സൈന്യത്തിലെ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ വരാന്തയിൽ നിന്ന് പിറ്റേന്ന് വന്ന ആ മനുഷ്യൻ ദിവസങ്ങളായി അയാൾ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ്. കാണിച്ചു കൊടുത്തു, കണ്ടോ അയാൾ, ആ മനുഷ്യനെ നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഉത്തരവ് നടക്കുന്നു. ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ അറിയില്ല, ആ മധ്യവയസ്കനായ സാധാരണക്കാരൻ അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂനിനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കേട്ടിട്ടുണ്ട് മഅ്മൂനിന് ഒരു മകനുണ്ട്, ആ മകനാണ് ഇനി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ആ മകനെ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ. കൊട്ടാരത്തിലേക്ക് എങ്ങനെ വരാനാണ്? ആ മനുഷ്യനെ ചെന്ന് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബ്ബാസികളായ ഭരണാധികാരികൾക്കും എനിക്കും എന്ത് വേണം? ഞാനൊരു കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനല്ലേ? ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നെന്തിനു വിളിക്കണം? ഞാൻ എന്തിനു പോകണം? എന്നെ എന്തിനു വിളിക്കണം? അവര് പറഞ്ഞു, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണം അന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളുണ്ട്. പടച്ചവനെ, എന്നെ ദ്രോഹിക്കാനാകുമോ ഇയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും മുഅ്മിനായ ഏതൊരാളിന്റെയും ഏറ്റവും വലിയ ആയുധം ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമ്മളോട് അന്യായം ചെയ്യുന്ന, ദുൽമ് ചെയ്യുന്ന ഏതൊരാൾക്കെതിരെയും ഹസ്ബുനല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുതന്ത്രങ്ങൾ തകർന്നടിയാൻ ഈ ദിക്റിന് സാധിക്കും. അത് അല്ലാഹുവിന്റെ വലിയൊരു ഫദ്ലാണ്. ഇത് സത്യവിശ്വാസികളുടെ ആയുധമാണ് ഈ ദിക്ർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിച്ചാലും ഹസ്ബുനല്ലാഹു കൊണ്ട് തടുക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഈ ഉമ്മത്തിലെ സ്വഹാബികളുടെ കാലശേഷം താബിഈങ്ങളിൽ ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ പോലെ തീയിലേക്ക് എറിയപ്പെട്ട് എന്നാൽ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അല്ലാഹു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പായി മാറാൻ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഈയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവനെ യമനിൽ നിന്ന് സൻആയിൽ വെച്ച് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്ക് എറിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
ഒരു രോമത്തിന് പോറലേൽക്കാതെ ഒന്നുമേൽക്കാതെ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട താബിഈയായ പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി മാ ഫുഇല ബി ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അള്ളാഹുവിന്റെ അത്ഭുതം കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം തന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നമുക്ക് തന്ന അള്ളാഹുവേ നിനക്ക് നന്ദി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ബനിൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ അസ്സുദ്ദീഖ ബിൻതുസ് സുദ്ദീഖ് ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മഹദിയായവർ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോ മാല തെരഞ്ഞു നോക്കുന്ന നേരം കൊണ്ട് യാത്രാസംഘം യാത്രയായപ്പോ ആ ഒറ്റക്ക് മരുഭൂമിയിൽ ഒറ്റക്കൊരു പാറക്കല്ലിൽ ഇരിക്കുമ്പോ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പെറുക്കിയെടുക്കാൻ നബി തങ്ങൾ നിയമിച്ച സ്വഹാബി സൈന്യത്തിന്റെ പിന്നാലെ വരുമ്പോ നേരം വെളുക്കാൻ നേരമാകുമ്പോ സുബ്ഹി വാങ്കിന്റെ നേരമാകുന്നതിന് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെടുകയോ എന്ന വേദനയോടെ ഇസ്തിർജാ ചൊല്ലി സഫ്വാൻ ഇബ്നു മുഅത്തിൽ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഒട്ടകം താഴ്ത്തി കൊടുത്തു. അവരൊന്നും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു അന്യ പുരുഷന്റെ കൂടെ മരുഭൂമിയിൽ നിന്ന് വഴി കാണാൻ വേണ്ടി ഒരു പുരുഷൻ എൻ്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കുകയും ഒട്ടകപ്പുറത്ത് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യുകയും ചെയ്യേണ്ട ആ അവസരം വന്നപ്പോൾ മാദാ ഖുൽതി യാ ഉമ്മാ, ഞങ്ങളുടെ ഉമ്മ നിങ്ങൾ എന്താണ് ചൊല്ലിയത് എന്ന് അസ്മാ ബീവിയുടെ മക്കൾ ജ്യേഷ്ഠത്തിയുടെ മക്കൾ വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്. മഹദി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ആ അല്ലാഹുവിനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ദിക്റിന്റെ ബലത്തിലാണ് സാധുവായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ യാത്ര മദീനയിലേക്ക് കടന്നു വരുന്നത്. അതിൽ പിന്നെയാണ് അള്ളാഹു ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് വിശുദ്ധ ഖുർആനിലെ 11ഓളം ആയത്തുകളിലൂടെ ആ മഹദി സുരക്ഷയാണ്, ആ മഹദി ഏറ്റവും പതിവ്രതയുള്ള ചാരിത്രമുള്ള ശുദ്ധിയുള്ളവരാണ് എന്ന് ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ ഓതുന്ന വിധത്തിൽ ആയത്തുകൾ ഖുർആനിൽ ഇറക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അള്ളാന്റെ സംരക്ഷണം വരാൻ ആ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീലിന് കാരണമായിട്ടുണ്ട്. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ തങ്ങളുടെ മുമ്പിലേക്ക് അന്ന് അലി ഇബ്നുൽ മഅ്മൂൻ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ജീവിതത്തിന്റെ സർവ്വ ആഡംബരങ്ങളും അനുഭവിക്കണമെന്ന് കൊതിയൂറി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് റബ്ബേ എന്നെ വിളിപ്പിക്കുമ്പോ പടച്ചവനെ അയാൾ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് സാധുവായ ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ ഹമ്മാലി പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരൻ മുഖവെളിച്ചമുണ്ടായിരുന്ന ആ സാധു മനുഷ്യൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. അമീർ ചോദിക്കുന്നു, അവിടുത്തെ അമീർ ക്രൗൺ പ്രിൻസ് അമീർ ചോദിച്ചു, അലാ തഅരിഫുനി, ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലയോ? അയാളുടെ മറുപടി, നിങ്ങളെ കണ്ടെങ്കിലല്ലേ എനിക്കറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. മാ റഅയ്തുക ഹത്താ അഅരിഫക, നിങ്ങളെ കണ്ടാലല്ലേ അറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അന ഇബ്നുൽ ഖലീഫ, ഞാൻ ഖലീഫ മഅ്മൂനിന്റെ മകനാണ്. അമീനിനെ കൊലപ്പെടുത്തി അധികാരം ഏറ്റെടുത്ത മഅ്മൂൻ, ആ മഅ്മൂനിന്റെ മകനാണ്. അലി ഇബ്നുൽ മഅ്മൂൻ എന്ന ഖലീഫയുടെ മകനാണ് ഞാൻ, ക്രൗൺ പ്രിൻസ് ആണ് ഞാൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, യഖൂലൂന ദാലിക്, ആ ആളുകൾ പറയുന്നുണ്ട് ഖലീഫക്കൊരു മകനുണ്ടെന്നും ആ മകനാണ് ഇനിയുള്ള അമീർ എന്നും പറയുന്നുണ്ട്, അത് നിങ്ങളാണല്ലേ?
ഈ സാധാരണക്കാരനോടൊരു സംഭാഷണം നടക്കുന്നു. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? പറഞ്ഞു, അഅ്മലു മഅ ഇബാദില്ലാഹി ഫീ ബിലാദില്ലാഹ്. അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ അടിമകളോടൊപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോ അലി ഇബ്നുൽ മഅ്മൂൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നാളുകളായി ഞാൻ നിങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ മുഖത്ത് ഞാൻ മറ്റെവിടെയും കാണാത്തൊരു മുഖവെളിച്ചം കാണുന്നുണ്ട്, ഒരു പ്രഭ കാണുന്നുണ്ട്. അത് ഈമാനിന്റെ പ്രഭയാണ്. മുഅ്മിനീങ്ങൾക്കത് കാണാൻ കഴിയും. മഹാനായ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ തങ്ങൾ എന്ന കൊച്ചുകുട്ടിയായിരുന്ന ഇമാം ശാഫിഈ തങ്ങളോട് മദീനയിൽ വന്ന് ഇമാം മാലിക് തങ്ങളുടെ അടുത്ത് വന്ന് ഹദീസ് പഠിക്കാൻ വന്നപ്പോ മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ഗുലാം, അല്ലയോ കൊച്ചുമോനെ, ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ ഫലാ തുത്ഫിഹാ ബിദുൽമത്തിൽ മഅസിയ. മോനെ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്, ആ പ്രകാശം പാപക്കറകളാൽ നിങ്ങൾ കരിച്ചു കളയരുതേ. തെറ്റു ചെയ്യാതെ ജീവിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം കാണും. തിന്മകൾക്ക് അടിമകളായ ആളുകളെ, തെറ്റുകൾ നിരന്തരം കാണുന്നവരെ, തിന്മകൾക്ക് വേണ്ടി അഡിക്റ്റുകളായി മാറിയവരെ, അവരെന്തെല്ലാം മേക്കപ്പ് ചെയ്താലും മുഖത്തൊരു കറുപ്പ് പ്രകടമാകും. അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ ഫിറാസത്തിന്റെ വെളിച്ചത്തിൽ അവർക്കത് മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും, മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മദീന പള്ളിയുടെ ജുമുഅ ഖുതുബ നടക്കുമ്പോൾ പള്ളിയിലേക്ക് അവസാനം കടന്നു വന്ന ഒരു സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയില്ലേ, അയദ്ഖുലു അഹദുനാ അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അഥറു സിനാ. വ്യഭിചാരത്തിന്റെ അടയാളവും കണ്ണിൽ വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ കയറിയിരിക്കുകയാണോ? ആ സ്വഹാബി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. മഹാനവറുകൾ ചോദിച്ചു, അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന് ശേഷം ഇവിടെ വഹയി വരുന്നുണ്ടോ? മദീനയുടെ തെരുവുകളിലൂടെ ജുമുഅക്ക് വേണ്ടി ഞാൻ നടന്നു വരുമ്പോ എന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. ഒരു കാറ്റടിച്ചപ്പോ ശരീര സൗന്ദര്യമുള്ള നല്ല നിറമുള്ള ഒരു പെണ്ണ്, അവിടെ കാലിലെ വസ്ത്രമുയരുകയും കാലിലെ പാദസരം എന്റെ കണ്ണിൽ പെടുകയും ഞാൻ അതൊന്ന് നോക്കി ആസ്വദിക്കുകയും ചെയ്ത് എനിക്ക് ജുമുഅക്ക് വരുന്ന ഓട്ടത്തിനിടയിൽ ഓർമ്മ വന്നില്ല ഒരു അസ്തഗ്ഫിറുല്ലാഹും ഇസ്തിഗ്ഫാറും പറഞ്ഞു വരാൻ. ആ കണ്ട കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റാണ്. ആ തെരുവിൽ നടന്ന സംഭവം മദീനയിലെ മിമ്പറിൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഖലീഫ റസൂലുള്ളാഹി തങ്ങളുടെ പുതിയാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഖൽബിന്റെ വെളിച്ചത്തിലൂടെ ആ മനുഷ്യൻ ദൂരെ കയറി വന്നിരുന്നപ്പോഴേ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി നിങ്ങൾ കയറിയിരിക്കുകയാണോ? അവഹയുൻ ബഅദ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷങ്ങളായി? ഇപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങാടിയിൽ നടക്കുന്നത് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പോലെ, ലോകത്തെവിടെയെങ്കിലും നടക്കുന്നത് ഹബീബിന് വഹയി കിട്ടുമായിരുന്നത് പോലെ, ഉസ്മാനെ നിങ്ങൾക്ക് വഹയുണ്ടോ എന്ന് ആ സ്വഹാബി ചോദിച്ചു പോയി. അതിന് മറുപടി പറഞ്ഞു ഉസ്മാൻ തങ്ങൾ, ലാ, ഇത് വഹയല്ല, ജിബ്രീൽ തങ്ങൾ പറഞ്ഞു തരുന്നതല്ല. ഇന്നഹാ ഫിറാസ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയലാണ്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനെ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പിലും നമ്മുടെ തിന്മകളെ മറച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയുമോ? പടച്ചവന്റെ മലക്കുകൾ വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അല്ലാഹുവിന്റെ മാലാഖമാർ റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും അറിയാതെ ഒരു വാക്ക് പോലും ഉരുവിടാൻ മനുഷ്യന് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആരെയാ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത്? ആരെയാ നമ്മൾ കളിപ്പിക്കുന്നത്? ആരെയാ നമ്മൾ കബളിപ്പിക്കുന്നത്? പാപങ്ങൾക്കൊരു ദുൽമത്തുണ്ട്, പാപങ്ങൾക്കൊരു ഇരുട്ടുണ്ട്. ആ ഇരുട്ട് മനുഷ്യന്റെ മുഖത്ത് പ്രത്യക്ഷമാകും.
അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസ്താദ് മഹാനായ അല്ലാമ വഖീ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മോനെ ഓർമ്മക്കുറവ് വരുന്നത് പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, തെറ്റുകൾ ചെയ്യാതിരിക്കണം മോനെ എന്ന് തിൽമീദായ മുതഅല്ലിമായ ഇമാം ഷാഫിഈ തങ്ങളോട് പറഞ്ഞ വചനം എത്ര പ്രശസ്തമാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർകിൽ മആസി വഖാല അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ശകൗതു ഇലാ വകീഇൻ, ഞാൻ എൻ്റെ ഗുരുനാഥൻ വഖീ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. എന്ത്? സൂഅ ഹിഫ്ളി, ഓർമ്മക്കുറവുണ്ട്, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഫഅർശദനി ഇലാ തർകിൽ മആസി, എന്നോട് പറഞ്ഞു മോനെ ഷാഫിഈ നിങ്ങൾ കണ്ണ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ അനിവാര്യമായത് കണ്ണ് സൂക്ഷിക്കലാണ്. മൊബൈൽ ഫോണുകളുടെ ഡാറ്റ കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന അപകടങ്ങൾ, തിന്മകൾ, എല്ലാ നന്മകളും ചെയ്യുന്ന ആളുകൾക്ക് അനാവശ്യമായത് കാണാതിരിക്കാൻ, കാണാതെ ഒരു ദിവസം കഴിയാൻ കഴിയാത്ത ആളുകൾ, അവർ നിസ്കാരമുള്ളവരാണ്, അവർ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, എന്നിട്ട് പോലും മോശമായത് വീഡിയോകൾ കണ്ണുകൊണ്ട് കാണാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അഡിക്ഷൻ വന്നുപോയ കാലം. ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണെന്നാണ് കണക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടമാണിത്! ഈ ഉമ്മത്തിന് വന്ന ദുരന്തമാണിത്. ഉമ്മത്തിന് വന്ന ദുരന്തം. സ്ക്രീനുകൾ കടിമകളായി സ്വന്തം ഭാര്യയെ പോലും നോക്കാതെ, മക്കളോട് പോലും ഒന്ന് സ്നേഹം കാണിക്കാൻ കഴിയാതെ, മനുഷ്യൻ ചിത്രങ്ങൾ കടിമയായി സ്വന്തം ശരീരത്തിന്റെ വൈകാരികതയെ ഉണർത്താൻ വേണ്ടി ഒരുതരം പൈശാചികത പേറി നടന്ന് പാപങ്ങളിൽ കുളിച്ചു കഴിയുന്ന ആളുകൾക്ക് അവരുടെ മനസ്സുകൾ എന്നും ഇടുങ്ങിയതാണ്. ആ മനസ്സിന് സമാധാനമുണ്ടാവില്ലെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ ആളുകളുടെ മുഖങ്ങളിൽ കറുപ്പ് നിറം വരും. അവരുടെ ഹൃദയങ്ങൾക്ക് റെയിൻ എന്ന് പറയുന്ന കറ ബാധിക്കും. അത് മുഖങ്ങളിൽ കാണപ്പെടും. അത് സത്യവിശ്വാസികൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്ന് മുഅ്മിനീങ്ങളെ പേടിക്കണം, മറ്റൊന്ന് അള്ളാഹുവിന്റെ മലക്കുകളെ പേടിക്കണം. റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസല്ലേ. അതിനപ്പുറം അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാം അറിയുന്നവനായ റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? ഇമാം ഷാഫിഈ തങ്ങളോട് മാലികി തങ്ങൾ പറഞ്ഞ വാക്കതാണ്, മോനെ നിങ്ങളുടെ മുഖത്ത് ഞാൻ നല്ലൊരു തെളിവ് കാണുന്നുണ്ട്. ആ മുഖത്തിന്റെ പ്രഭ പാപങ്ങൾ ചെയ്തുകൊണ്ട് കരിച്ചു കളയല്ലേ എന്ന് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലന്നാർ. പടച്ചവനെ ഈ രാവിലെ, അദ്ദേഹം രാവിലെ മരിക്കുകയാണ്, പടച്ചവനെ ഈ രാവിലെ നരകത്തിലേക്ക് പോകാതെ നീ എന്നെ രക്ഷപ്പെടുത്തണേ. അത് വൈകുന്നേരം മരിക്കുമ്പോൾ അങ്ങനെ പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മസാഇൻ ഇലന്നാർ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഖബറിലേക്ക് പോയാൽ ഖബർ ആ സെക്കൻഡ് മുതൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. നരകമായ ആൾക്ക് രാവിലെ മറവ് ചെയ്താൽ രാവിലെ മുതൽ അതാണ്. മഗ്രിബാണെങ്കിൽ അങ്ങനെ. നല്ല ഒരു മുഅ്മിനായ മയ്യത്തിന് വൈകുന്നേരം രാത്രി മറവ് ചെയ്താലും അത് സ്വർഗമാണ്, രാവിലെ മറവ് ചെയ്താലും അത് സ്വർഗമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ഖബറുകളിൽ നിന്ന് മരിച്ചു. ഇപ്പോൾ ഈ ഷമീർ എന്ന സഹോദരൻ, നമ്മുടെ നാട്ടുകാരിയായ സൈനബ് എന്ന് പറഞ്ഞ ആ ഉമ്മ, അള്ളാഹു അവർക്കും നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും നമുക്ക് തന്നെയും ഖബറുകൾ അള്ളാഹു സ്വർഗത്തൊപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര പെട്ടെന്നാണ് ജീവിതം കഴിഞ്ഞു പോയത്! എത്ര പെട്ടെന്നാണ് SLCയും +2 ഡിഗ്രിയും ജോലിയും കഴിഞ്ഞ് ഉപ്പയും വല്യുപ്പയായി മാറുന്നത്! എത്ര പെട്ടെന്നാണ് ജീവിതം ഓടുന്നത്! നമ്മൾ ഇതൊന്ന് ആസ്വദിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ജീവിതം വളരെ പെട്ടെന്നാണ്, അല്ലേ? പരലോകത്ത് അല്ലാഹു ചോദിക്കുക, എത്ര കാലം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു? ഖാലൂ ലബിത്നാ യൗമൻ ഔ ബഅദ യൗം. ഇറ്റ് സീംസ് ലൈക്ക് വി സ്റ്റേഡ് എ ഡേ ഓർ എ ഹാഫ്. ഒരു ദിവസമോ അര ദിവസമോ താമസിച്ച പോലെ തോന്നുന്നു റബ്ബേ. അങ്ങനെയാണ്. ഇപ്പോൾ 20 വയസ്സായ ഒരാൾ 5 വയസ്സ് മുതലൊക്കെ ഏകദേശം ഓർമ്മ ഉണ്ടായി തുടങ്ങും. 5 മുതൽ 20 വരെയുള്ള 15 കൊല്ലം എത്ര സ്പീഡിലാണ് പോയത് എന്ന് ഓർത്തു നോക്കൂ. 50 വയസ്സുള്ള ആള് കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്നാ 50 ആയത് റബ്ബേ, എത്ര പെട്ടെന്നാ 40 ആയത്, എത്ര പെട്ടെന്നാ 60 ആയത്.
അത് ബേക്കോട്ട് നോക്കിയാൽ സമയം വളരെ പെട്ടെന്ന് കടന്ന പോലെ തോന്നുന്നു. അതാണ് പരലോകത്ത് പറയുന്നത്, ഒരു ദിവസമോ അര ദിവസമോ ജീവിച്ച പോലെ തോന്നുന്നു റബ്ബേ. ഫസ്അലിൽ ആദീൻ, ഞങ്ങൾക്ക് എന്നെ തിട്ടപ്പെടുത്താൻ അറിയുന്നില്ല എന്ന് റബ്ബിനോട് പറയുന്ന അള്ളാഹു, നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതം, വളരെ പെട്ടെന്ന് കഴിയുന്ന ഈ ജീവിതം നന്മയിലായി നിലകൊണ്ട് നല്ല നിലക്ക് മുഅ്മിനീങ്ങളായി ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തുന്ന മുറക്ക് ഇൻഷാ അല്ലാഹ് പരിപാടി നമ്മൾ റാപ്പപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് വായദ ചെയ്ത സമയം ഇനി 10:58 അവസാനിപ്പിക്കും എന്നതാണ് ഇൻഷാ അല്ലാഹ്. ഉസ്താദ് അപ്പം എത്തുകയാണെങ്കിൽ അങ്ങനെയായി. ഉസ്താദ് എത്താൻ വൈകിയാൽ നമ്മുടെ സംഘാടകർ ഉസ്താദ് എത്തിച്ചിരിക്കുകയും കൊണ്ടുവരണേ, നമ്മൾ വൈകിപ്പിക്കില്ലല്ലോ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അലാ തഅരിഫുനി, ദിജ്ലയിലെ വള്ളങ്ങളിൽ വരുന്ന ചാക്കെടുത്ത് തോളിൽ വെച്ച് നടന്നു പോകുന്ന ആ മധ്യവയസ്കനോട് അലി ഇബ്നുൽ മഅ്മൂന്റെ ചോദ്യം, എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്കറിയാം? ഞാൻ ഇബ്നുൽ ഖലീഫ, ഞാൻ ഇവിടുത്തെ ക്രൗൺ പ്രിൻസാണ്. ഓ, ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ജോലി? ഞാൻ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അലി ഇബ്നുൽ മഅ്മൂനിന്റെ ചോദ്യം, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രയാസമുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണ്ടേ? ചോദിച്ചു, എങ്ങനെ? നിങ്ങൾ എനിക്ക് എന്ത് ആശ്വാസം തരാനാ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മുഖവെളിച്ചം കണ്ടപ്പോ, നിങ്ങളുടെ മുഖത്തെ പ്രസന്നത കണ്ടപ്പോ എനിക്ക് നിങ്ങളെ എൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യ മാതാപിതാക്കളെയും എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നോളൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ജോലിക്കും ഇനി നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ ഭക്ഷണം ഞാൻ തരാം. ഇനി ചുമന്ന് നടന്ന് നിങ്ങൾ അധ്വാനിച്ച് വിഷമിക്കരുത്, നിങ്ങൾക്ക് വേണ്ടതെന്തോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് വലിയൊരു ഓഫർ നൽകുന്നു അലി ഇബ്നുൽ മഅ്മൂൻ. നമ്മളാണെങ്കിൽ എന്താ പറയാ, ആയിക്കോട്ടെ, നമ്മൾ വലിയ ഓഫർ എന്നാ ഗൾഫിൽ ജോലി തരാന്നക്കാരൻ പറയാ അല്ലേ? അതെങ്കിലും അത് തരക്കേടില്ല. അലി ഇബ്നുൽ മഅ്മൂൻ ഇത് ചോദിച്ചപ്പോ അലി ഇബ്നുൽ മഅ്മൂനിനോട് ആ സാധുവായ സാധാരണക്കാരനായ മധ്യവയസ്കനായ ഒരു പാവം മനുഷ്യന്റെ മറുപടി വന്നു, യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനേ, ലാ ഹമ്മ അലാ മൻ ലം യുദ്നിബ്. യാ അല്ലാഹ്, ഇതൊരു വല്ലാത്ത വാക്കാണ്. ഈ നിധിയാണ് രാജകുമാരന് ടൈഗ്രീസിന്റെ തീരത്ത് നിന്ന് കിട്ടുന്ന നിധി. നമ്മുടെ വിഷയം ഇതാണ്, ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിന്ന് കണ്ടുകിട്ടിയ നിധി. ആ നിധിയാണ് ഈ പറയുന്ന വാക്കുകൾ. ഇത് ഖലീഫയുടെ മകൻ അറിയില്ലായിരുന്നു. യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനെ, എന്റെ വിഷമവും എന്റെ സങ്കടവും കണ്ട് എനിക്ക് ആശ്വാസം തരാൻ, കൊട്ടാരത്തിൽ താമസം തരാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഖലീഫ, ഖലീഫയുടെ മകനെ, നിങ്ങൾക്കറിയുമോ, ലാ ഹമ്മ അലാ മൻ ലം യുദ്നിബ്, പാപങ്ങൾ ചെയ്യാത്തവർക്ക് ടെൻഷൻ ഇല്ലല്ലോ. വലാ ഗമ്മ അലാ മൻ ലം യഅസി, അല്ലാഹുവിനെ ധിക്കാരം ചെയ്യാത്തവർക്ക്, റബ്ബിനെ ധിക്കരിക്കാത്തവർക്ക് ഒരു സങ്കടവുമില്ലല്ലോ. വലാ ഹുസ്ന അലാ മൻ ലം യുസി, അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് വ്യസനമില്ല, ദുഃഖമില്ല, സങ്കടമില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? ഞാൻ സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാവിലെ രാവിലെയും വൈകുന്നേരവും പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവര്, നേരം വെളുത്താൽ മയക്കുമരുന്നിന്റെ ഗുളിക കുടിക്കണം, അവനതിന്റെ സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കള്ളു കുടിക്കണം. വൈകുന്നേരമാകുമ്പോൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ നടക്കാൻ അവൻ ഇത് വേണം. രാവിലെയും വൈകുന്നേരവും ഡ്രഗ് അടിച്ച് നടക്കുന്ന മനുഷ്യൻ, അവന് രാവ് പകലന്തിയോളം അവന് ടെൻഷനാണ്, അവന് ബുദ്ധിമുട്ടാണ്, അവന് സങ്കടമാണ്. അവന്റെ സങ്കടം ഒരിക്കലും അവന് തീർക്കാൻ കഴിയുന്നില്ല.
സങ്കടത്തിന്റെ നടുവിലാണവൻ. മയക്കുമരുന്ന് അടിക്കുമ്പോൾ അവൻ ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. നല്ല പകലിലെ വെളിച്ചം കണ്ണ് മൂടിയിട്ട് പറയുന്നു എനിക്കിപ്പോ ഇരുട്ടാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ന് പറയുന്ന പോലെ സങ്കടത്തിന്റെ നടുക്കടലിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെ മദ്യപിച്ചാൽ മയക്കുമരുന്നടിച്ചാൽ അവൻ എന്ത് സന്തോഷം. അവന്റെ അല്പനേരത്തെ മയക്കം തീരുന്നവരെയുള്ള തോന്നലല്ലേ അത്. വെളിച്ചത്തിൽ നട്ടുച്ച നേരത്ത് കണ്ണ് ചിമ്മി പിടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇരുട്ടുപോലെ തോന്നുന്നു എന്ന് പറയുന്ന പോലെ അത് അവന് തോന്നലല്ലേ. കണ്ണു തുറന്നാൽ അവൻ വെളിച്ചത്തിലാണ് എന്ന പോലെ. രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഈ കൂലിപ്പണിക്കാരനായ എന്റെ ജീവിതത്തിലില്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് ഓഫർ തരുന്നത്? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഭയങ്കര കൗതുകായി. ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാവോ? പൈസ വേണോന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ദുന്യാവ് തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ്. തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നീ ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന് ജനങ്ങളുടെ കീശയിലേക്ക് കണ്ണും വെച്ച് നടക്കണ്ട. അങ്ങനെയെങ്കിൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അതല്ല, തക്കം കിട്ടിയ എന്തെങ്കിലും എഴുതി കൊടുത്ത് അപേക്ഷ കൊടുത്ത് വല്ലതും വാങ്ങിക്കണം, എന്തെങ്കിലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പ് വരും. അതല്ലേ യാഥാർത്ഥ്യം. മുത്തനബി ഞങ്ങൾ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പൊന്നുരാജാവേ, അമീറേ, അമീറേ, നിങ്ങളുടെ ഈ ഓഫർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ സാധാരണക്കാരൻ ടൈഗ്രീസിന്റെ ഓരത്ത് കട്ടപ്പാടിന്റെ ജോലി ചെയ്യുന്ന പൊരിഞ്ഞ വെയിലത്ത് ദാഹാർത്തനായി ചെയ്യുന്ന ഈ മനുഷ്യന്റെ കുടുംബം ആരൊക്കെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉമ്മി അജൂസുൻ കബീറ, ഒരുപാട് പ്രായമുള്ള ഉമ്മയുണ്ടെനിക്ക്. വഉഖ്തി അംയാഉ ഹസീറ, എന്റെ സഹോദരി കണ്ണു കാണാത്തൊരു സഹോദരിയാണ്. അല്ലാഹ്, നമ്മുടെ സഹോദരിക്ക് അസുഖമായി, എൻ്റെ പ്രിയപ്പെട്ട, വളരെ എൻ്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് സുഖല്ല. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. മൂക്കിലൂടെ പൈപ്പ് കൊടുത്ത് ഭക്ഷണം കൊടുക്കുകയാണ്. ആ പൈപ്പെടുത്ത് എൻ്റെ പെങ്ങള് കിടന്ന കിടപ്പ് കിടന്നോട്ടെ. സംസാരിക്കാൻ കഴിയാത്ത പെങ്ങളാണ്, വലിയ അസുഖം വന്ന് കിടക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് 2 പേരുണ്ട്. ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഉമ്മയും സഹോദരനും, അവർക്ക് വേണ്ടി സഹോദരങ്ങളും ഒക്കെ കുടുംബം ഒന്നാകെ കഷ്ടപ്പെടാൻ പ്രാർത്ഥനയിലാണ്. ഒന്ന്, ആ കുഞ്ഞിനൊരു ആശ്വാസമുണ്ടാകാൻ. നല്ല ഒരു യൗവനം കഴിഞ്ഞൊരു സഹോദരിയാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരന്റെ പെങ്ങള് കണ്ണു കാണാത്ത പെങ്ങളാണ്. ഈ മനുഷ്യന്റെ ഉമ്മ പ്രായമായ ഉമ്മയാണ്. 2 പേർക്കും കാലം മുഴുവനും നോമ്പാണ്. രാവിലെ മുതൽ ഞാൻ ചുമട്ടു ജോലി ചെയ്ത് എൻ്റെ കാശ്, എൻ്റെ ജീവിതത്തിന്റെ വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കാശ്, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം എൻ്റെ പെങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഒരു റൊട്ടി വാങ്ങുന്നുണ്ട്. ആ റൊട്ടി ഞാൻ കൊണ്ടുപോയാൽ അതിന്റെ പകുതി അവർ കഴിക്കും, നോമ്പ് തുറക്കാൻ പകുതി കൊണ്ട് അവർ അത്താഴം കഴിക്കും. അങ്ങനെ കാലം മുഴുവൻ നോമ്പെടുക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. നോക്കണം, ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു വീട് നമ്മുടെ മഹല്ലിലോ നമ്മുടെ പരിസരങ്ങൾ എവിടെയെങ്കിലും കാണാൻ കഴിയോ? ഉച്ചഭക്ഷണം അവർക്ക് ഇല്ല, പിന്നെ നോമ്പ് തന്നെ. കണ്ണു കാണാത്ത പെങ്ങള്, പ്രായമായ ഉമ്മ, ഈ ഉമ്മയെയും പെങ്ങളെയും നോക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു ചെറുപ്പക്കാരനോട് കൊട്ടാരത്തിൽ വന്ന് പാർത്തോളൂ എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ ആള്. യാ അല്ലാഹ്, ഇത് ചരിത്രത്തിലെ അത്ഭുതകരമായ സംഭവമാണ്. ദിജലയുടെ തീരത്ത് നിന്ന് അലിയുബിൽ മഅ്മൂനിന് നഷ്ടമായ നിധിയാണ്. മനസ്സിന്റെ സന്തോഷം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവമല്ലയോ ഇത്? ഉമ്മി അജൂസുൻ കബീറ വഉഖ്തി അംയാഉ ഹസീറ. ഞാൻ അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ്. ഞങ്ങൾ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ താമസം. എപ്പോഴാ എഴുന്നേൽക്കുന്നത് ചോദിച്ചു. എപ്പോഴാ എഴുന്നേൽക്കുന്നത്?
ഇദാ നസലൽ ഹയ്യുൽ ഖയ്യൂം ഇലസ് സമാഇദ് ദുനിയാ, കാരുണ്യവാനായ ഉടമസ്ഥനായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് നുസൂലൻ യലീഖു ബിഹി, അല്ലാഹുവിന്റെ അളമത്തിനോട് യോജിക്കുന്ന വിധം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഇറക്കം ഒന്നാം ആകാശത്തേക്ക് അവൻ ഇറങ്ങി വരുന്ന നേരത്ത്, എന്ന് പറഞ്ഞാൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, തുലുസുൽ ലൈൽ, രാത്രിയുടെ 2/3 കടന്നു കഴിഞ്ഞാൽ, രാത്രിയുടെ 2/3 കടന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയുടെ 1/3 ബാക്കി നിൽക്കുന്ന നേരം അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് മുമ്പുള്ള നേരം ഏകദേശം നോക്കിയാൽ ഒരു 3 മണി മുതൽ ആ സുബഹി വരെയുള്ള നേരം, ഇന്നത്തെ ടൈമിംഗ് പ്രകാരം ഏകദേശം ഒരു 2.5 മണിക്ക് ശേഷം സുബഹി വരെയുള്ള സമയം അല്ലാഹു ഇറങ്ങി വരുന്നു. നുസൂലൻ യലീഖു ബിഹി, അതെങ്ങനെ നമുക്കറിയില്ല. അല്ലാഹുവിന്റെ അളമത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ഇറക്കം, അങ്ങനെ പറയും. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരും, അങ്ങനെയൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ആ നേരത്താണ് ഞാൻ ഉണരുന്നത്. നമ്മളങ്ങനെ ഉണരാറുണ്ടോ? നമുക്കങ്ങനെ ഉണരാൻ കഴിയാറുണ്ടോ? ഇഷ്ടംപോലെ അലാറം നമ്മൾ വെക്കുന്നുണ്ട്, ഉണരണില്ല, അതിലെ പരാതി. ആ നേരത്തെ ട്രെയിനാണെങ്കിൽ നമ്മൾ എണീറ്റ് ഓടൂലേ? ആ നേരത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ എണീറ്റ് ഓടൂലേ? കുട്ടികൾക്ക് അന്ന് എക്സ്പ്രഷൻ പോകുന്നുണ്ട്, ഉമ്മ 2 മണിക്ക് ബസ് വരുന്ന പറഞ്ഞു, 1 മണിക്ക് എന്നെ വിളിക്കണം കേട്ടോ. നമ്മൾ എണീക്കൂലേ? എണീക്കുന്നുണ്ട്. അപ്പൊ എന്താ എണീക്കാത്തത്? സുബഹിക്ക് നമ്മൾ അള്ളാഹുവിന് എത്രേ വില കൊടുത്തിട്ടുള്ളൂ, അതന്നെ. ഒമാ ഖദറുല്ലാഹു ഹഖ്ക ഖദ്രി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ കുട്ടികളിൽ നിന്ന് വിചാരിച്ചത്. നമുക്കൊരു ചെറിയ വീട് വെച്ച് തന്നാൾ, ഒരു വിസ തന്നാൾ, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്ത ആള്, നമ്മൾ എത്ര നന്ദിയോടെ ആ മനുഷ്യനെ കാണുന്നത്. ഈ ജീവിതം നിന്ന് പടച്ച തമ്പുരാനെ നമുക്ക് അത്രേ വിലയുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു വിളിക്കുന്നു അസ്സലാത്തു ഖൈറും മിനൻ നൗം. റമളാനിൽ മാത്രം ഇത് കേൾക്കുന്നുണ്ട്, കാരണം അത്താഴത്തിന് എണീക്കേണ്ട സമയം. റമളാൻ കഴിഞ്ഞ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്, നമ്മൾ കേൾക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കേണ്ടവരാണെന്നാണ്. അത് നമ്മൾ ശീലമാക്കിയാൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വല്ലാഹി തുമ്മ വല്ലാഹ്. നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർ പാതിര കഴിഞ്ഞ നേരം ബൈക്കുകളിൽ കറങ്ങി കഞ്ചാവടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും ഒന്നിവാസം ചെയ്തും നടന്ന് നമ്മുടെ റോഡരികളിലും അങ്ങാടികളിലും തെരുവോരങ്ങളിലും കറങ്ങി നടക്കുന്ന പരിപാടിക്ക് നിർത്തിയിട്ട് നേരത്തെ കിടന്നുറങ്ങി, ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്, നേരത്തെ പോയി നേരത്തെ എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് വുളു എടുത്ത് 2 റക്അത്ത് അള്ളാഹിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺമക്കളും നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമെങ്കിൽ വല്ലാഹി തുമ്മ വല്ലാ, ഈ ഉമ്മത്തിനെ തൊടാൻ ആർക്കും ധൈര്യം വരില്ല. നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ നിസ്സാരന്മാരായി മാറി, പിന്നെ ശത്രുക്കൾക്ക് നമ്മൾ നിസ്സാരന്മാരാണ്. അതാണ് വിഷയം. അല്ലാതെ നമ്മൾ എന്ത് കോപ്പ് കൂട്ടിയിട്ടും നമ്മുടെ ശക്തി അള്ളാഹുമായുള്ള ബന്ധമാണ്. ആ ശക്തി നമുക്ക് ചോർന്നാൽ നമ്മെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. ആ ശക്തി നമുക്കുണ്ടോ? അല്ലാഹു ജല്ല ജലാലു നമ്മോടൊപ്പമാണ്. അള്ളാഹു നമുക്ക് ഖിയാമുൽ ലൈലിന് തൗഫീഖ് നൽകട്ടെ, തഹജ്ജുദിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹസനുൽ ബസ്രിയോട് ഒരാൾ പറഞ്ഞു, ഹസനുൽ ബസ്രി, ഞാൻ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചെന്ന് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊക്കെ വല്ലാത്ത ആഗ്രഹം, ഞാൻ വുളു എടുക്കാനുള്ള വെള്ളം വരെ തയ്യാർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഉണരാൻ പറ്റുന്നില്ല. ഖാല ഖയ്യദത്കൽ മആസി, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ് നിന്നെ ഉണരാതിരിക്കാൻ കാരണമാക്കുന്നത് എന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി, മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സമാധാനം എന്ന നിധിയാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൽ അലൈക മിൻ ദൈനിൻ, അലി ഇബ്നുൽ മഅ്മൂൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കടവുമുണ്ടോ? ദുനൂബുൻ സലഫത് ബൈനി വബൈനൽ ഹയ്യിൽ ഖയ്യൂം, മനുഷ്യരോട് ഒരു ഇടപാടും ഇനി ബാക്കിയില്ല, പക്ഷേ ഞാനും എൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവും തമ്മിൽ ചെയ്തു പോയ പാപക്കറകളുണ്ട്. ഞാൻ മലക്കല്ലല്ലോ, മാലാഖയല്ല, മനുഷ്യൻ എന്ന പേരിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കടമുണ്ട് അള്ളാഹുവിനോടെന്നല്ലാതെ മനുഷ്യരോടൊരു കടവും എനിക്കില്ല. അലാ തുരീദു മഈശതനാ, അലി ഇബ്നുൽ മഅ്മൂൻ നിരാശനായി ചോദിച്ചു. മുഖത്ത് എമ്പാടും വെളിച്ചമുള്ള അധ്വാനത്തിന്റെ തളർച്ച ബാധിച്ച ആ മധ്യവയസ്കനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കാൻ എന്തേ ഇഷ്ടപ്പെടാത്തത്? ലാ വല്ലാ, എനിക്ക് വേണ്ട.
എന്തുകൊണ്ട് അലി ഇബ്നുൽ മഅ്മൂൻ അന്വേഷിച്ചു നടന്ന നിധി ഇയാൾക്ക് ദിജലയുടെ ഓളങ്ങളിൽ നിന്ന് കിട്ടുകയാണ്. അഖാഫു അൻ യഖ്സുവ ഖൽബി വ അൻ യളിഅ ദീനി. നിങ്ങളുടെ കൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്റെ ഹൃദയം കടുത്തുപോകുമോ, എന്റെ ദീൻ എനിക്ക് നഷ്ടമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്ന് ഈ മനുഷ്യൻ അലി ഇബ്നുൽ മഅ്മൂനിനോട് മറുപടി കൊടുത്തു. തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ സുബഹിക്ക് അറിയാൻ പറ്റുന്നില്ല, സുഖലോലുപത അറിയുമ്പോൾ നിസ്കാരം നഷ്ടമാകുന്നു. എന്നാൽ എവിടെയെങ്കിലും ചുരുണ്ടു മടങ്ങി ഒരല്പനേരത്തെ വിശ്രമം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തഹജ്ജുദ് കിട്ടുന്നുണ്ട്. സുഖലോലുപതയിൽ കഴിയുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ വിഷമം അറിയാൻ കഴിയാതെ ഹൃദയം കടുത്തുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടാകേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. അതിൽ ഏത് മതവിശ്വാസിയും മതമില്ലാത്തവനും പാവപ്പെട്ടവനാണോ അവരെ സഹായിക്കൽ ഈ ഉമ്മത്തിന് ബാധ്യതയാണ്. മഹാനായ നബി തങ്ങൾ ഈ ഉമ്മത്തിലെ പാവപ്പെട്ട മിസ്കീന്മാരെ കുറിച്ച് പറഞ്ഞു, ഇന്നമാ തുൻസറൂന ബിദുഅഫായിക്കും. നിങ്ങളിൽ പാവപ്പെട്ട ആളുകൾ ഉള്ളതിന്റെ പേരിലാണ് അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളിലെ പാവപ്പെട്ടവരുടെ കാരണം കൊണ്ടാണ് അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നത്. എന്നാൽ സുഖലോലുപതയിൽ ഒരു പാവപ്പെട്ടവന്റെ കല്യാണത്തിനും വരില്ല, ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലും കയറില്ല, ഒരു പാവപ്പെട്ടവനെ ചെന്ന് കാണില്ല, പാവപ്പെട്ടവന്റെ പരാതി കേൾക്കാൻ അയാൾക്ക് ഇടമില്ല. അങ്ങനെ നടക്കുന്ന സുഖലോലുപന്മാർ അവരുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അതിനർത്ഥം. പാവപ്പെട്ടവരെ ശ്രവിക്കാൻ അവർക്ക് നേരമില്ലെങ്കിൽ എന്റെ ഹൃദയം കടുത്തുപോകുമോ, എന്റെ ദീനിന്റെ മതബോധം നഷ്ടപ്പെടുമോ എന്നെനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൊട്ടാരം വേണ്ട. അലി ഇബ്നുൽ മഅ്മൂൻ എന്ന സുഖലോലുപനായ ഭരണാധികാരിയുടെ മകൻ, ക്രൗൺ പ്രിൻസ് ആയിരുന്ന അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണമായ സംഭാഷണമാണിത്. അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചു, അലി ഇബ്നുൽ മഅ്മൂൻ, എന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് പകരം ഈ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് അവശനായി ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കലാണോ നിങ്ങൾക്ക് താല്പര്യം? ഈ വല്ലാഹ്, അത് തന്നെ, അതെ അത് തന്നെ. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ അയാളോട് പറഞ്ഞു, എന്തെങ്കിലും സഹായം വേണമെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ കരുതി, നിങ്ങൾ നിരസിച്ചു. എന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ നിങ്ങൾക്കും കുടുംബത്തിനും താമസം തരാമെന്ന് പറഞ്ഞു, അതും വേണ്ടെന്ന് വെച്ച നിങ്ങളെ ഇനി ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ യാത്ര അയച്ചിറക്കുകയാണ്. തനബ്ബഹൂ യാ റഖൂദു ഇലാ മതാദൽ ജുമൂദു ഫഹാദിഹി الدار തബ്ലാ വമാ അലൈഹാ യബീദു الخير فيها قليل والشر فيها عديد والعمر ينقص فيها والسيئات تزيد فاستكثر الزاد فيها إن الطريق بعيد. ജീവിതത്തിന്റെ അന്ത്യം കഴിഞ്ഞ് പരലോകത്തിന്റെ അനന്തമായ യാത്രയിലേക്ക് യാത്ര തിരിക്കേണ്ട മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അരികത്തേക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോകാൻ ഭക്ഷണമുണ്ടോ കൈകളിൽ? തമ്പുരാന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ എന്തെങ്കിലും ഹദിയകളുണ്ടോ? കൂടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഇബാദത്തുകളുമായി വരുമ്പോൾ നാളെ അള്ളാഹുവിന്റെ അരികത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബാഗിൽ ഒന്നുമില്ലാതെയായി പോകുമോ? നമ്മൾ പേടിക്കണം. കൂടെയുള്ള ആളുകള് നമ്മൾക്ക് ഒരുപക്ഷെ ഉന്നത സ്ഥാനങ്ങളില്ലാത്തവർ, സാധാരണക്കാരായി ജീവിച്ചവരെ, ആളുകൾക്കിടയിൽ വല്ലാണ്ടങ്ങ് മിംഗ്ലിംഗായി കഴിയാത്തവര്, പക്ഷെ അവരുടെ നാവ് ദിക്റുണ്ട്, ഖുർആനിന്റെ വിർദുണ്ട്. കൃത്യമായും ഒരു ഉമ്മയെ കുറിച്ച് ഞാൻ ഇന്ന് കേട്ടു, ആ ഉമ്മ 1000 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലാത്ത ദിനങ്ങളിൽ അത്രേ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സൗഭാഗ്യവതിയാണവര്. മിനിമം 1000 ഒരു ദിവസം സ്വലാത്ത്, അതിലേറെ ചൊല്ലുന്ന ഉമ്മമാര്, ഉപ്പമാര്. അങ്ങനെ കുറെ ആളുകൾ പരലോകത്തേക്ക് വരികയും നമ്മുടെ അരികത്തവര് നിൽക്കുകയും സ്വർഗത്തിലേക്ക് പോകാൻ അവരെ കാത്തിരിക്കുമ്പോ, നിങ്ങൾ ടിക്കറ്റ് എടുത്തോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ, എൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ട്, നിങ്ങളോ? കിട്ടിയിട്ടില്ല, ഞാൻ ഇപ്പൊ ക്യൂവിലാണ്. ഇത് പറയേണ്ടി വരൂലേ? അവര് റെഡിയാണ്, നമ്മുടെ അടുത്തൊന്നുമില്ല. അതുകൊണ്ട് മുഅ്മിനേ, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാ
വജഅൽനാഹു ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് كمن مثله في الظلمات ليس بخارج منها. അലി ഇബ്നുൽ മഅ്മൂൻ അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്നു. അർദ്ധരാത്രിയിൽ ഉറക്കം വരാതെ എഴുന്നേറ്റു. ജീവിതത്തിൽ എന്നോ നഷ്ടപ്പെട്ടുപോയ മനസ്സമാധാനം ഒരു സാധാരണക്കാരന്റെ വാക്കുകളിലൂടെ തിരിച്ചു കിട്ടിയ ഒരു നിധി പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോ പാതിരാത്രിയിൽ ഞെട്ടിയുണർന്നിട്ട് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ നാട് വിട്ടു പോകുന്നു, ബഗ്ദാദിൽ നിന്ന് നാട് വിടുകയാണ്, ഇറാഖിന്റെ ബോർഡർ കഴിഞ്ഞ് ഖുറാസാനിലേക്കാണ് പോകുന്നത്, ഇന്നത്തെ പഴയ റഷ്യയുടെ ഭാഗം. ഞാൻ പോവുകയാണ്. പോയി 3 ദിവസം കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എൻ്റെ പിതാവ് ഖലീഫയോട് മഅ്മൂനിനോട് എൻ്റെ പിതാവിനോട് നിങ്ങൾ ഞാൻ പിന്നീട് വരുമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അൽഖാഹു യൗമൽ അർദിൽ അക്ബർ, നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വാപ്പയും ഉമ്മയും കടന്നു വരുമ്പോ, മക്കളും പിതാവും കടന്നു വരുമ്പോ അവിടെ വെച്ച് ഉപ്പയെ ഞാൻ കണ്ടുമുട്ടാം, ഇനി ഞാൻ ബഗ്ദാദിലേക്കില്ല എന്ന് എൻ്റെ ഉപ്പയോട് നിങ്ങൾ പറയണം, ഞാൻ പോയി 3 ദിവസം കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഇറക്കം ഇറങ്ങിയ ആളാണ്. കൊട്ടാരത്തിൽ നിന്ന് എല്ലാം രാജിവെച്ചിറങ്ങിയ അലി ഇബ്നുൽ മഅ്മൂൻ. എത്രയോ എത്രയോ സാധാരണക്കാർ നമ്മുടെ വല്ല മഖാമുകളിലോ പള്ളിയുടെ മുമ്പുകളിലോ ഏതെങ്കിലും വിജനമായ സ്ഥലങ്ങളിലോ ഇബാദത്തിലായി കഴിയുന്ന ആളുകളെ കാണുമ്പോൾ അവരനുഭവിക്കുന്ന സമാധാനത്തിന്റെ അളവ് എത്രയെന്ന് അവർക്കും റബ്ബിനെ അറിയൂ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറഞ്ഞിരുന്നു, മനസ്സമാധാനത്തിന്റെ അത്യുന്നതയിൽ മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദം അല്ലാഹുമായുള്ള ബന്ധമറിഞ്ഞപ്പോ മഹാനവറുകൾ പറയുമായിരുന്നു, വല്ലാഹി ലൗ അറഫൽ മുലൂക് വഅബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനം എവിടെ? ഒരു ഉണങ്ങിയ റൊട്ടിയും ആ റൊട്ടി ഏതെങ്കിലും പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തിന്നുന്ന കാലം നമ്മൾ അനുഭവിക്കുന്ന സുഖം, നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനം ഈ രാജാക്കന്മാരും അവരുടെ മക്കളായ രാജകുമാരന്മാരും അറിഞ്ഞിരുന്നുവെങ്കിൽ അസൂയ കാരണം അവർ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്തേനെ. അത്ര വലിയ സുഖത്തിലാണ് നമ്മളെന്ന് ഫഖീറായി ജീവിച്ച മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി. ചില ആളുകൾ ജീവിതത്തിൽ വഴിത്തിരിവുകളാകുന്നത് അങ്ങനെയാണ്. ചില ആളുകളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ്. ആ കൊട്ടാരം വിട്ടിറങ്ങി ഖുറാസാനിലേക്ക് കടന്നുപോയ മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിലായി ജീവിച്ചു. അവിടെ ഒരു കച്ചവടക്കാരനെ പരിചയപ്പെട്ടു. ആ കച്ചവടക്കാരന്റെ തൊഴിലാളിയായി 5 നേരത്തെ നിസ്കാരവും പൂർണ്ണമായ ഇബാദത്തും വിശ്രമമില്ലാത്ത അധ്വാനവും, ആ അധ്വാനം കൊണ്ട് എന്തെങ്കിലും റൊട്ടി കഷ്ണങ്ങൾ വാങ്ങിച്ചു കഴിക്കും. ആരാണിതെന്നറിയണേ? ഒരു കാലത്ത് സുഖലോലുപതയുടെ എല്ലാ ഉത്തുംഗതയും കണ്ട് പരിചയപ്പെട്ട അലി ഇബ്നുൽ മഅ്മൂൻ ഒരു സാധാരണക്കാരനെ പോലെ തെരുവിൽ കിടന്നുറങ്ങി ജീവിച്ചു. 10-20 വർഷം കഴിഞ്ഞു. അലി ഇബ്നുൽ മഅ്മൂൻ അസുഖബാധിതനായി മരിക്കാൻ പോകുമ്പോ തന്റെ കൂടെയുള്ള അദ്ദേഹം പോയത് ഖുറാസാനിലെ വാസിത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരുന്നു. അല്ലാമൽ വാസിത്തിയുണ്ട്, പ്രഗത്ഭനായ പണ്ഡിതൻ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലക്കാരനായ പണ്ഡിതൻ. ആ വാസിത്തി ഇമാമിന്റെ നാടാണത്. അലി ഇബ്നുൽ മഅ്മൂനിന് മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു മോതിരമുണ്ടായിരുന്നു. ആ മോതിരം തന്റെ കൂട്ടുകാരനായ കച്ചവടക്കാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മോതിരം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയെ കൊണ്ടുപോയി നിങ്ങൾ ഏൽപ്പിക്കണേ. എൻ്റെ ഉപ്പയോട് നിങ്ങൾ പറഞ്ഞു എൻ്റെ ഉപ്പയെ ഇത് ഏൽപ്പിച്ചാൽ മതി. എൻ്റെ ഉപ്പ ആരാണെന്നറിയോ? നിങ്ങളുടെ ഉപ്പ ആരാണെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ? നിങ്ങൾ ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ. അനബിനുൽ ഖലീഫത്തുൽ മഅ്മൂൻ, ലോക രാജ്യങ്ങൾ ഭരിക്കുന്ന, ലോക മുസ്ലിം രാജ്യങ്ങൾ ഭരിക്കുന്ന ഖലീഫ മഅ്മൂനിന്റെ മകനാണ് ഞാൻ. തെരുവിൽ കടന്നു മരിക്കാൻ. ഇബാദത്ത് ഒരുപാട് ഇബാദത്ത് ചെയ്തു. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എല്ലാ തിന്മകളും തൗബ ചെയ്ത് മടങ്ങി ഒരുപാട് ഇബാദത്ത് ചെയ്തു.
എന്റെ പിതാവിനെ നിങ്ങൾക്കറിയില്ലയോ? അത് മഅ്മൂനാണ്. മഅ്മൂനിനോട് ഞാൻ എന്റെ മോതിരം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിങ്ങൾ എന്നെ ഖബറടക്കണം. എന്നിട്ട് ഈ മോതിരം എന്റെ ഉപ്പയെ നിങ്ങൾ ഏൽപ്പിക്കണം. ആ മോതിരം ഖലീഫ മഅ്മൂനിന്റെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഖലീഫ മഅ്മൂൻ വിചാരിച്ചത് മോനെന്നോ മരിച്ചു പോയിട്ടുണ്ടെന്നാണ്, മോനെ ആരോ കൊന്നുകളഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. ആ മോന്റെ മോതിരം കണ്ട് പൊട്ടി നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് ഖലീഫ മഅ്മൂൻ. വല്ലാതെ കരഞ്ഞു. ആ കരച്ചിൽ കൊട്ടാരത്തിൽ ആകമാനം പ്രകമ്പനമുണ്ടാക്കി. ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് സുഖലോലുപതയുടെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചു കടന്ന് തിന്മയും നന്മയും ഒന്നും നോക്കാതെ ശരീരത്തിന്റെ ഇഷ്ടമെന്തോ അത് മാത്രം സാധിപ്പിച്ചു നടന്ന ഒരു ചെറുപ്പക്കാരന്റെ കൽബിലേക്ക് ദിജ്ലയുടെ ഓളങ്ങളിൽ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരന്റെ വാക്കുകളിൽ നിന്ന് കിട്ടിയ മനസ്സമാധാനമെന്ന മഹാനിധി കിട്ടിയപ്പോൾ കൊട്ടാരം വിട്ടിറങ്ങി വാസ്യത്തിൽ ചെന്ന് സാധാരണ കൂലിപ്പണിക്കാരനെ പോലെ ജീവിച്ച് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് യാത്രയായ ഖലീഫയുടെ മകനാണ് അലി ഇബ്നുൽ മഅ്മൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, ആ ചരിത്രം രേഖപ്പെടുത്തിയവർ കരഞ്ഞു പോയിട്ടുണ്ട്, അത് കേൾക്കുന്നവർ കരഞ്ഞു പോയിട്ടുണ്ട്. ഇത് സാധ്യമായത് ഇതൊരു വലിയ മനക്കരുത്ത് വേണം. فمن يرد الله أن يهديه يشرح صدره للإسلام. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഹൃദയത്തിനുള്ളിലേക്ക് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം തന്നാൽ മനസ്സിന് സമാധാനമുണ്ട്. നമ്മുടെ നാവുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാകുമ്പോൾ നല്ല സമാധാനമുണ്ടാകും. അല്ലാത്തതൊന്നിനും ആരിനുമേ ഒരു കാമുകനും ഒരു കാമുകിക്ക് സ്നേഹം കൊടുക്കാൻ കഴിയും, സമാധാനം കൊടുക്കാൻ കഴിയില്ല. ഒരു സമ്പത്ത് കൊണ്ടും ഒരു മുതലാളിക്കും പണം കിട്ടും, പക്ഷേ സമാധാനം തരില്ല. അത് അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അവന് ദിക്ർ ചൊല്ലുന്നവർക്ക് കൊടുക്കുന്നത് മാത്രമാണ്. അലാ റുബ്ബദി തുമറൈൻ ഫീ ജന്നത്തിൻ ഗദത് ഹദായിഖുഹു മുൽതഫത്തുൻ വനമാരിഖു ഖദ് طاردت أنواره حول قصره ينعم والتفت عليه حدائق. എത്രയധികം മണിമാളികകളുള്ള ആളുകളാണ് ആ മണിമാളികകൾ എടുത്തെറിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. എത്ര ആളുകളാണ് സുഖലോലുപത വെടിഞ്ഞ് ത്യാഗപൂർണമായി ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒറ്റക്കാണ് വരുന്നത്. നിങ്ങളെ ഞാൻ ജനിപ്പിച്ചപ്പോഴും നിങ്ങൾ ഒറ്റക്കായിരുന്നു, പിന്നെയാണ് കൂട്ടുകാരായത്, പിന്നെയാണ് നിങ്ങൾ കൂട്ടുകാരെ തോളിൽ പിടിച്ച് സെൽഫി എടുത്തത്. അവരൊക്കെ നിന്റെ കൂടെയുണ്ടെന്നാണ് നീ വിചാരിച്ചത്. പക്ഷേ നീ നിന്റെ ഖബറിലേക്ക് നിന്നെ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ കൂടെ ചിരിച്ച് വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനം കൊണ്ട് അടയാളം പെടുത്തിയ നിന്റെ കൂടെയുള്ള കൂട്ടുകാർ അവരാരും നിന്റെ കൂടെ വന്ന് കിടക്കുന്നില്ല. നിന്റെ കൂടെ കിടക്കുന്നത് നീ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവൽനാകും വറാഅ ദുഹൂരികും. നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്ത്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ ബൈക്ക് എല്ലാം നിങ്ങൾ പിറകിൽ വെച്ച് അതൊന്നും ഖബറിലേക്ക് കൊണ്ടുപോകില്ല. وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء. അല്ലാഹുവേതര മതങ്ങളിൽ, അല്ലാഹുവേതര ദൈവങ്ങളിൽ വിശ്വസിച്ച ആളുകൾ, നിങ്ങളുടെ ദൈവങ്ങൾ ആരും നിങ്ങളുടെ കൂടെയില്ല. ലഖദ് തഖത്തഅ ബൈനകും വദല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ. എന്റെ മുമ്പിലേക്ക് കർമ്മങ്ങൾ സാക്ഷി പറയാൻ പോവുകയാണ്. വഴിതെറ്റി ജീവിച്ചവർക്ക് ശിക്ഷയുണ്ടവിടെ. ഈ ജീവിതം തന്ന, ബുദ്ധിയും തന്ന പടച്ചയച്ച അല്ലാഹു ഒരു പ്രവാചകനും വേദഗ്രന്ഥവും നൽകിയിട്ട് മതപ്രബോധകന്മാരെ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട്, മതപണ്ഡിതന്മാർ നിരന്തരമായി നിങ്ങൾക്ക് ദൈവിക വചനങ്ങൾ ഓതി തന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അനുസരിച്ചില്ല എന്ന ചോദ്യത്തിന് ഒറ്റക്ക് മറുപടി പറയേണ്ടവരാണ് നമ്മൾ. അല്ലാഹുമ്മ ജഅൽ ഹിസാബനാ അറളാ. റബ്ബേ, നിന്റെ വിചാരണ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ.
സമാധാനത്തിന് സമ്പത്ത് വിഷയമല്ല. സമ്പന്നന്മാരായിട്ട് ഈമാനുള്ള സജ്ജനങ്ങളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുതലാളിയാണ്, പക്ഷേ സമാധാനമുള്ള മുതലാളിയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കച്ചവട സാധനങ്ങൾ സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവന്ന് കച്ചവടം ചെയ്തിരുന്ന മുതലാളിയാണ്. മുബശ്ശറും ബിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ്. മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ എന്ന ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ, കൂഫക്കാരൻ, ഇറാഖുകാരനായ ഇമാമുന അബൂ ഹനീഫത്തുൻ നുഅ്മാൻ തങ്ങൾ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ ബിസിനസ്സുകാരനായിരുന്നു. മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരൊക്കെ അല്ലാഹു തആല സമ്പത്ത് നൽകിയിട്ടും ആ സമ്പത്തിൽ മതിന്മത്തരായി ജീവിക്കാതെ അല്ലാഹുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുകയും സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങുകയും ചെയ്ത ആളുകൾ, മുതലാളിമാർ. അങ്ങനത്തെ മുതലാളിമാർ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ള സാധാരണക്കാരിൽ ഔലിയാക്കന്മാരുണ്ടെങ്കിൽ വലാ നുസക്കി അലല്ലാഹി അഹദ, അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗത്തിലാണെന്ന് ഉറപ്പ് പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷേ നെർജു, അള്ളാഹു അവർക്കും നമുക്കും സ്വർഗം തരട്ടെ. അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ ഭയങ്കരമാണ്. സമ്പത്ത് കൊണ്ട്, ഒന്ന് മുക്കം മൊയ്മോൻ ഹാജി, മറ്റൊന്ന് മുട്ടിൽ യതീംഖാന നടത്തുന്ന ജമാൽ സാഹിബ്. യാ അള്ളാഹ്, ജീവിതം യതീമക്കൾക്ക് വേണ്ടി അധ്വാനവും സമ്പത്തും മാറ്റിവെച്ച് ദുന്യാവിൽ അധ്വാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇവിടെ നിന്ന് സ്വർഗം വാങ്ങിപ്പോകാൻ ഒരു തൗഫീഖുണ്ടെങ്കിൽ ഈ മഹാന്മാർക്കുണ്ടാവും. അള്ളാഹു അതിന് കൊടുക്കട്ടെ. എത്രയാണ് ദുന്യാവിൽ അവർ ചെയ്ത ത്യാഗം, എത്രയാണ് ആ മക്കൾക്ക് വേണ്ടി, യതീമുകളായ കുട്ടികൾക്ക് വേണ്ടി പ്രായം മറന്ന് ഈ 2 മഹാന്മാർ, അവരുടെ മുഖത്തൊരു മുഖശ്രീ കാണും അല്ലേ. വയനാട് മുട്ടിൽ യതീംഖാനയെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ജമാൽ സാഹിബ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടും ആ മഹാൻ യതീമക്കൾക്ക് വേണ്ടി ഓടുകയാണ്. സമൂഹ വിവാഹം നടത്തി കൊടുക്കും യതീമക്കളുടെ. എന്നിട്ട് ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് നിരന്തരം ഓരോ വർഷവും ആ കുട്ടികൾക്ക് സുഖമാണോ, കല്യാണം കഴിഞ്ഞു പോയ വീട്ടിൽ എന്താണ് അവസ്ഥ എന്ന് മക്കളെ പറഞ്ഞയച്ച് അന്വേഷിപ്പിക്കും. ഏക്കർ കണക്കിന് സ്ഥലം യതീംഖാനയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത മുക്കം മൊയ്മോൻ ഹാജി. 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. ആ 2 മഹത്തുക്കൾക്കും അല്ലാഹു ഇനിയും ഒരുപാട് തൗഫീഖ് കൊടുക്കട്ടെ, ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. അസൂയ തോന്നുമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അസൂയപ്പെടേണ്ടത്. ഇൽമ് വാരിക്കോരി, വിജ്ഞാനം വാരിക്കോരി ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു മഹാപണ്ഡിതനെ കാണുമ്പോൾ പടച്ചവനെ എനിക്ക് അയാളെ പോലെ ആയെങ്കിൽ, സമ്പത്ത് വാരിക്കോരി അള്ളാന്റെ മുമ്പിൽ കൊടുക്കുന്ന മുതലാളിമാരെ കാണുമ്പോൾ റബ്ബേ എനിക്ക് അയാളെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മുഅ്മിൻ ഈ വിഷയത്തിൽ അസൂയ വെക്കണമെന്ന്. അസൂയ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇല്ലാതെയാവണമെന്നല്ലേ, അവരെ പോലെ എനിക്കുമുണ്ടെങ്കിൽ എന്ന് ഗിബ്തത്ത് കാണിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ദീനിന് വേണ്ടി വാരിക്കോരി സമ്പത്ത് കൊണ്ട് ആഖിറം വാങ്ങുന്ന ആളുകൾ. വില്യാപ്പള്ളിയിലുണ്ട് അത്തൻ പോക്കർ സാഹിബ്, ഒരു സാധാരണക്കാരനാണ്. ആലിമീങ്ങളോട്, സാധാരണക്കാരോട്, മുതഅല്ലിമീങ്ങളോട്, സയ്യിദന്മാരോട് എന്തെന്നില്ലാത്ത സ്നേഹം, അണമുറിയാത്ത ആദരവ്. തൻ്റെ ജീവിതവും തൻ്റെ എല്ലാം ഇൽമിന് വേണ്ടി ഒരു മുതഅല്ലിം, ചെറിയൊരു കുഞ്ഞാണെങ്കിൽ പോലും അവരോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും, അവർ ചെയ്തു കൊടുക്കുന്ന സഹായവും. അള്ളാഹു അദ്ദേഹത്തിനും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എത്രയോ ആളുകൾ, ഞാൻ പറഞ്ഞത് വിരലെണ്ണാവുന്ന ആളുകളാണ്, ഐഹികമായ സൗകര്യങ്ങൾ ലഭിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാൻ വേണ്ടി ഈ ദുന്യാവിൽ റബ്ബ് നൽകിയത് പടച്ചതമ്പുരാന് കൊടുക്കുന്ന എത്രയോ ആളുകൾ. നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ സമസ്തക്ക് വേണ്ടിയും SKSSFന് വേണ്ടിയും നമ്മുടെ ദർസുകൾക്ക് വേണ്ടിയും മദ്രസക്ക് വേണ്ടിയും ദാറുൽ ഹുദക്ക്, പട്ടിക്കാട് ജാമിഅ നൂരിയക്ക്, നന്ദി ദാറുസ്സലാമിന്, നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുള്ള ഇവർക്ക് വേണ്ടിയൊക്കെ വാരിക്കോരി കൊടുക്കുന്ന മുതലാളിമാർ, അഹ്സൻതും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് നിങ്ങൾ റബ്ബിന് കൊടുത്തു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് കബൂലാക്കട്ടെ. ദുന്യാവിൽ സമ്പത്ത് കൊണ്ട് ആഖിറം കിട്ടും. ദുന്യാവിൽ സമ്പത്ത് കൊണ്ട് ആഖിറം നഷ്ടപ്പെടുന്നവരുമുണ്ട്. ദുന്യാവ് അള്ളാഹുവിന് വേണ്ടി കൊടുത്ത് ആഖിറം വാങ്ങിക്കാൻ കഴിയണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനും വെളിച്ചവും ഹൃദയ സമാധാനവും സമ്പത്തിൽ നിക്ഷിപ്തമല്ല. പാവപ്പെട്ട ആളുകൾക്ക് എത്രയോ സമാധാനം അല്ലാഹു നൽകുന്നു. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹബീബിന്റെ പരിശുദ്ധമായ കാഴ്ചപ്പാട്, ഇന്നമാ തുൻസറൂന ബിദുഅഫായികും, നിങ്ങളിലെ പാവപ്പെട്ട ആളുകൾ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് സഹായം ചെയ്യുന്നത്.
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ജുലൈബീബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. മഹാനായ ജുലൈബീബ് തങ്ങൾ ഒരുപാട് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചാണ് വന്നത്. അദ്ദേഹത്തിന്റെ വയറ് വിശന്നിട്ടുണ്ട്, ദാഹാർത്ഥമായ കരളുകൾ, ശരീരമാകെ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട്, മുഖത്ത് ക്ഷീണം കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു ജുലൈബീബ് എന്നവർ. കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന കറുത്ത വർഗക്കാരനായ ഖാന ദമീമൻ, മുഖത്ത് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന ആളായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ്. മുത്തനബി തങ്ങൾ ചോദിച്ചു, യാ ജുലൈബീബ് അലാ തതസവ്വജു, ജുലൈബീബേ നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ? യാ റസൂലല്ലാഹ് ഗഫറല്ലാഹു ലക് വമൻ യുസവ്വിജുനി, നബിയേ അല്ലാഹു തആല അങ്ങേക്ക് മാപ്പ് തരട്ടെ. അതൊരു പ്രയോഗമാണ്, ഹബീബിന് തെറ്റുകളില്ലല്ലോ, ഹബീബ് മഅസൂമാണ്. വമൻ യുസവ്വിജുനി, എനിക്കാര് കല്യാണം കഴിച്ചു തരാനാണ് നബിയേ? ആര് അവരുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരും? ഭംഗിയില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. കാരണം സമ്പത്ത് നോക്കിയിട്ടാണല്ലോ വിവാഹത്തിന്റെ വലിയൊരു ഘടകമെന്ന് സമ്പത്തായി മാറിയിട്ടുണ്ട്. എത്രയോ ആളുകൾ സമ്പത്ത് നോക്കിയിട്ടാണ് മക്കളെ കല്യാണം കഴിച്ചു വിടുന്നത്, പ്രത്യേകിച്ച് സമ്പത്തുള്ള ആളുകള്. അല്ലാഹുവേ, അതിനേക്കാളേറെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയം ആ സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും ചിന്തയുമുണ്ടോ? അതല്ലേ നോക്കേണ്ടത്. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടായി നടക്കുന്ന ചെറുപ്പക്കാരന് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാവാതെ വന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുകയാണ്. ജുലൈബീബ് തങ്ങളോട് പറഞ്ഞു, ജുലൈബീബേ, അൻസ്വാരി കുടുംബങ്ങളിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളെ വിവാഹം ചെയ്തു തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണം, നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്യിച്ചു തരാം. ഇദ്ഹബ് ഇലാ ബൈതി ഫുലാനിൻ മിനൽ അൻസ്വാർ വഖുൽ ലഹും റസൂലുള്ളാഹി യുബല്ലിഗുകുമുസ് സലാം വയഖൂലു സവ്വിജൂനി ബിൻതകും. നിങ്ങൾ ആ വീട്ടുകാരോട് ചെന്ന് പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാതിൽ ചെന്ന് മുട്ടുന്നു. വീട്ടുകാര് ചോദിച്ചു, മൻ, ആരാണിത്? ആരാ വന്നത്? ജുലൈബീബാണ്. ജുലൈബീബേ, നിങ്ങൾ എന്തിനാ വന്നത്? ഉമ്മ ചോദിച്ചു. ഉടനെ പിതാവ് വന്നവിടെ. എന്തിനേ വന്നത്? റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളോട് സലാം പറയുന്നുണ്ട്. വയഖൂൽ, റസൂൽ പറയുന്നുണ്ട്, സവ്വിജൂനി ബിൻതകും, നിങ്ങളുടെ പ്രായമായ മോളെ, നിങ്ങളുടെ വിവാഹപ്രായമെത്തിയ മോളെ എനിക്ക് വിവാഹം ചെയ്യിച്ചു തരണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാപ്പയും ഉമ്മയും പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. നല്ല സമ്പത്തുള്ള മദീനയിലെ അൻസ്വാരി കുടുംബങ്ങളിൽപ്പെട്ട എന്റെ മോളെ ജുലൈബീബേ, ഒരു സമ്പത്തോ ഭംഗിയോ ഇല്ലാത്ത നിനക്ക് നല്ല സൗന്ദര്യമുള്ള സമ്പത്തുള്ള എന്റെ മോളെ ഞാൻ എങ്ങനെ വിവാഹം ചെയ്യിച്ചു തരും? ഉമ്മയും പറഞ്ഞു അത് തന്നെ. രണ്ടുപേരും നിരസിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന ആ ഒരു വാക്ക് കേൾക്കുന്ന മോള് ഉമ്മയോട് ചോദിക്കുകയാണ്, അത്തറുദ്ദാനി അംറർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ലാ വല്ലാഹ്. ഉമ്മ, ഉപ്പ, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഒരു പ്രപ്പോസൽ നിങ്ങൾ തള്ളിക്കളയുകയാണോ? ലാ വല്ലാഹ്, ഞാൻ സമ്മതിക്കൂല. എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ പുതിയ പിളയായി തന്നത് എത്ര ഭംഗിയില്ലാത്ത ആളാണെങ്കിലും ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഹൃതത്തിന്റെ സുഗന്ധം നബി തങ്ങൾക്ക് അറിഞ്ഞതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ആ വിവാഹബന്ധം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഉമ്മ, ഉപ്പ, നിങ്ങൾ അരുതെന്ന് പറയരുത്. റസൂലുള്ളാഹി പറഞ്ഞയച്ചത് എനിക്കിഷ്ടമാണ്. മോള് പറഞ്ഞു, ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ചില ഉമ്മമാര് ഉപ്പമാരെ മക്കൾക്ക് തിരുത്തി കൊടുക്കേണ്ടി വരാറുണ്ട്. ഈമാനികമായ കാഴ്ചപ്പാടില്ലാതെ വെറും കാശ് കാശ് എന്ന് പറഞ്ഞ് വിവാഹം ഒരു കച്ചവടമായി മാറ്റുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ഒരുപക്ഷെ മക്കൾക്ക് ഇടപെട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഉമ്മ കാശ് നോക്കി നടക്കല്ലേ, അത് തീർന്നു പോകും. അസുഖം വന്നാൽ വലിയൊരു ചികിത്സ വേണ്ടി വന്നാൽ തീരാവുന്നതേ മനുഷ്യന്റെ സമ്പത്തുള്ളൂ. ഉമ്മ, അതിലപ്പുറം നന്മയാണ് നോക്കേണ്ടത്, അവരിലെ ദീനാണ് നോക്കേണ്ടത് എന്ന് ബാപ്പമാരെ ഉമ്മമാരെ തിരുത്തി കൊടുക്കുന്ന ഗതികേടുകൾ എത്ര നടക്കുന്നുണ്ട്. നല്ല
ദീനീ ബോധമുള്ള മക്കള്, മാതാപിതാക്കൾക്ക് ബോധമില്ലാത്തവരെ. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന വിവാഹം, ആ പെൺകുട്ടിയെ തന്നെ കഴിച്ചു കൊടുക്കാൻ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തയ്യാറാവാത്ത പക്ഷം മോളാണ് സ്വന്തം ഉമ്മയെ ഉപ്പയെ സമ്മതിപ്പിക്കുന്നത്. ആ വീട്, ആ പെൺകുട്ടി വളർന്നത് ഹബീബായ നബി തങ്ങളുടെ തർബിയത്തിലാണ്. അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വം മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞ ആള് മഹാനായ റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ വീടുകൾ അള്ളാഹുവിന്റെ തൃപ്തിയിൽ പടുത്തുയർത്താൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാവാൻ നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്നവരായി മാറട്ടെ, അവരുടെ നാവുകളിൽ ദിക്ർ ഉണ്ടാവട്ടെ. കൊച്ചുമക്കൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയാത്ത മക്കൾക്ക് വേണ്ടി ഉമ്മമാർ അൽഹംദുലില്ലാഹി ചൊല്ലിക്കൊടുക്കണം എന്ന് പഠിപ്പിച്ച ആ ഹദീസ്, ആ ആശയം നമ്മെ ഉറപ്പെടുത്തിയ മഹാന്റെ പേരിലാണ് ഈ വേദിയുള്ളത്. മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ആ മഹാൻ പറയും, ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉമ്മമാര് പാല് കൊടുക്കുമ്പോ ആ കുഞ്ഞിന് ബിസ്മില്ലാ എന്ന് ചൊല്ലാൻ കഴിയില്ല. ഉമ്മ ചൊല്ലിക്കൊടുക്കണം കുഞ്ഞിന് വേണ്ടി ബിസ്മില്ലാ, എന്നിട്ടാണ് പാല് കൊടുക്കേണ്ടത്. കുഞ്ഞ് പാല് കൊടുച്ചു കഴിഞ്ഞാൽ പിഞ്ചു പൈതലിന് അൽഹംദുലില്ലാ ചൊല്ലാൻ കഴിയില്ലല്ലോ. ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അൽഹംദുലില്ലാ എന്ന് നിരന്തരം നമ്മ ഉപദേശിച്ചിരുന്ന മഹാനായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. അല്ലെ, ഒരു വറ്റുപോലും വീണുപോയാൽ തളികയിൽ നിന്ന് ഒരു വറ്റുപോലും താഴെ വീഴാൻ അനുവദിക്കരുതെന്നും, വീണുപോകുന്ന ഭക്ഷണങ്ങൾ എടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കണമെന്നും, ഒരൽപ്പം പോലും ബാക്കി വെക്കരുത് ഭക്ഷണം. എവിടെയാണ് അള്ളാഹു ബറക്കത്ത് ഇറക്കുന്നത് എന്നറിയില്ലയോ, അതുകൊണ്ട് മക്കളോട് ഭക്ഷണത്തിന്റെ അച്ചടക്കം പഠിപ്പിക്കണം. താഴെ വീഴാതെ ബിസ്മി ചൊല്ലി വലത് കൈകൊണ്ട് തൊട്ടടുത്ത് നിന്ന് തളികയുടെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷണം തിന്നാൻ ഹബീബിന്റെ ഹദീസുകൾ പഠിപ്പിച്ചിരുന്ന മഹാനാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. ആ മഹാനുഭാവൻ നമ്മുടെ വീടുകളിൽ റബീഉൽ അവ്വൽ വന്നാൽ പറയും, നിങ്ങളുടെ വീടുകളിൽ ഹബീബിന്റെ പേരിലുള്ള മൗലിദ് പാരായണം നടത്തണം. നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് റാത്തീബ് എന്നൊക്കെ പറയുമ്പോൾ ഖുറാഫാത്ത് എന്ന് പറയുന്ന ആളുകളെ, ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഹദീസിൽ വന്ന പ്രബലമായ ഹദീസുകളായ ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിൽ ചൊല്ലുന്നത്. അതൊക്കെ വലിയ കാവൽ ദിക്റല്ലേ. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. വിഷമങ്ങൾ നീക്കിത്തരുന്നവനെ, സങ്കടങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നവനെ, പാപികൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനെ അല്ലാഹുവേ. എത്ര മനോഹരമായ ദിക്റുകളാണത്, എത്ര മനോഹരമായ ആശയമാണത്. നമ്മുടെ വീടുകളിലും പള്ളികളിലും അത് നടക്കണം എന്ന് മഹാനവറുകൾ പറയുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് ജീവിപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ സന്തോഷമുണ്ടാകാൻ ഇതാണ് വഴിയെന്ന് 1000 തവണ ഉമ്മത്തിനെ ഓർമ്മിപ്പിച്ച മഹാന്റെ പേരിലാണ് ഇവിടെ ഈ പരിപാടി നടക്കുന്നത്. അള്ളാഹു മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഖബറിടം മഹാൻ അള്ളാഹു സ്വർഗത്തോപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മഹാനുഭാവനോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം സ്വർഗലോകത്തേക്ക് എത്താനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിവാഹം കഴിഞ്ഞ് തൊട്ടുടനെ നടന്ന ഒരു യുദ്ധത്തിൽ മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചു. ആ യുദ്ധത്തിൽ മഹാൻ ഷഹീദാവുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, മൻ തഫ്ഖിദൂന മിനന്നാസ്, സ്വഹാബികളെ ആരൊക്കെയാണ് കാണാനില്ലാത്തത്, ആരൊക്കെയാണ് ഷഹീദായത്? അവര് പറഞ്ഞു, നഫ്ഖിദു ഫുലാനൻ വ ഫുലാൻ, ഞങ്ങൾക്ക് ഇന്നാലിന്ന ആളുകൾ നഷ്ടമായിട്ടുണ്ട് നബിയേ, ഇന്നാലിന്ന ആളുകൾ ഷഹീദായിട്ടുണ്ട്. അവര് വീണ്ടും പറഞ്ഞു, തങ്ങൾ ചോദിച്ചു, വമൻ, പിന്നെ ആരെങ്കിലും ഉണ്ടോ ഷഹീദായത്? അവര് പറഞ്ഞു, നബിയേ വമാ നഫ്ഖിദു അഹദാ, ഇനി ആരെയും കാണുന്നില്ല നബിയേ, എല്ലാവരും ഞങ്ങൾ അറിയുന്നവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞു. ലാകിന്നി അഫ്ഖിദു ജുലൈബീബ, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കാണുന്നില്ലല്ലോ. ഒന്ന് തെരഞ്ഞു നോക്കൂ, ജുലൈബീബ് ഉണ്ടോ ഈ കിടക്കുന്ന ശുഹദാക്കളിൽ? മഹാനായ ജുലൈബീബ് റളിയല്ലാഹു തആല അൻഹു
അവിടെ ഷഹീദായി കിടക്കുന്ന കാഴ്ച കണ്ടു. തൊട്ടടുത്ത് 7ഓളം മുശ്രിക്കുകൾ കിടക്കുന്നുണ്ട്. 7ഓളം ആളുകളുമായി മൽപിടുത്തം നടത്തി ഷഹീദ് വരിച്ച മഹാനായ ജുലൈബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് മണ്ണ് പുരണ്ടിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകത്തിന്റെ ഗുരു അവിടെ താഴെ ഇരിക്കുകയും ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിലെ മണലങ്ങ് തുടച്ചു കൊടുക്കുകയും ആ മുഖം ചുംബിക്കുകയും ചെയ്തു. വഖബ്ബല വജ്ഹ, ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. വബകാ, എന്നിട്ട് കരയുകയാണ് ഹബീബ് ചെയ്തത്. അൻത മിന്നീ വഅന മിൻക, അൻത മിന്നീ വഅന മിൻക. ജുലൈബീബേ, നിങ്ങൾ എന്നിൽ പെട്ടവരാണ്, ഞാൻ നിങ്ങളിലും പെട്ടവരാണെന്ന് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന് വലിയൊരു നിധി ഈ ലോകത്ത് നിന്ന് ഹബീബ് സമ്മാനിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മഹബ്ബത്ത് കിട്ടിയാൽ പിന്നെ എന്ത് വേണം? അൻത മിന്നീ വഅന മിൻക. മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്, സൽമാൻ ഞങ്ങൾ അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്, അറബി സംസാരിക്കാറില്ലായിരുന്നു, മദീനയിൽ വന്ന് അറബി പഠിച്ചതാണ്. സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്. ആ സൽമാൻ തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്നത് ഫലസ്തീനിലാണ്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ സൽമാൻ ഫാരിസി തങ്ങളുടെ മഖാമിൽ നിന്ന് ഒരൽപ്പം അപ്പുറത്താണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. ആ രണ്ടിനും ഇടയിലാണ് ഈസാ നബിയെ ആകാശത്തേക്ക് അല്ലാഹു ഉയർത്തിയ സ്ഥലം. ജബൽ സൈത്തൂനിൽ ഫലസ്തീനിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സൽമാൻ തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്നു. സൽമാൻ തങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ തങ്ങളുടെ വാപ്പ ഒരു മാഗിയൻ മജൂസിയാണ്, തീ ആരാധന ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഈമാനിന്റെ വെളിച്ചം ഖൽബിലേക്ക് കിട്ടിയപ്പോ, റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്ത് കിട്ടിയപ്പോ ഹബീബായ നബി തങ്ങൾ സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, ഇത് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. നോക്കണേ, ഹബീബായ നബിയിൽ നിന്നും സ്വർഗലോകത്തേക്കൊരു നിധിയുമായി പോകുന്ന മഹാൻ ആരാണിത്? സ്വഹാബികളിൽ ആർക്കും പേര് പോലും അറിയാതിരുന്ന, അധികം ആളുകൾക്ക് പരിചയമില്ലാതിരുന്ന ഹബീബായ തങ്ങൾ ആരെല്ലാം ഷഹീദായിട്ടുണ്ട്, ആരൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന പേര് വെച്ച് ചോദിക്കുമ്പോഴും ആളുടെ പേര് പറയാൻ കഴിയാതെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു. പക്ഷേ ജുലൈബീബ് തങ്ങൾ അറിയുന്നില്ല. അപ്പോഴാണ് ഇന്നീ അഫ്ഖിദു ജുലൈബീബ്, ജുലൈബീബ് തങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ. നോക്കണം, ഈ ഉമ്മത്തിലെ പാവപ്പെട്ട ആരാരും ശ്രദ്ധിക്കാത്ത, ഒരു ഭംഗിയുമില്ലാതിരുന്ന, എന്നാൽ ഈമാനിന്റെ ഭംഗിയുണ്ടായിരുന്ന ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് കൊട്ടാരത്തിൽ കഴിഞ്ഞ അലി ഇബ്നുൽ മഅ്മൂൻ, ലോകത്തിന്റെ സർവ്വ ആഡംബരങ്ങളുടെയും ഭംഗിയുണ്ട്, എന്നാൽ ഈമാനിന്റെ ഭംഗിയില്ലാതെ, ഒരു നിധി ലഭിക്കാതെ, ഹൃദയത്തിന്റെ ആനന്ദം കിട്ടാതെ കഷ്ടപ്പെടുമായിരുന്ന അലി ഇബ്നുൽ മഅ്മൂനിന് ഒരു സാധാരണക്കാരനുമായുള്ള അഭിമുഖ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ നിധി ഹബീബായ നബി തങ്ങൾ ജുലൈബീബ് തങ്ങൾക്ക് അങ്ങോട്ടാണ് നിധി കൊടുക്കുന്നത്. അൻത മിന്നീ വഅന മിൻക, ജുലൈബീബേ, നിങ്ങൾ എന്നിൽ പെട്ടവനാണ്, ഞാൻ നിങ്ങളിലും പെട്ടവനാണ്. നസബുൻ കഅന്ന അലൈഹി മിൻ ശംസിൽ ദുഹാ, ഇത് വല്ലാത്തൊരു തറവാടാണ്. നബി തങ്ങൾ തറവാട് ബന്ധം ചാർത്തുകയാണ്. ജുലൈബീബേ, നിങ്ങൾ എന്നിൽപ്പെട്ടവരാണ്. നസബുൻ കഅന്ന അലൈഹി മിൻ ശംസിൽ ദുഹാ നൂറൻ വമിൻ ഫലകിസ് സ്വബാഹി അമൂദാ. ഇത് എന്തോ ഒരു വലിയ അഭിമാനമാണ്. ഹനി അല്ലക യാ ജുലൈബീബ്. സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞു, ജുലൈബീബേ, നിങ്ങളുടെ ഒരു ഭാഗ്യമേ, നിങ്ങളുടെ ഒരു സൗഭാഗ്യമേ. ഭംഗിയില്ലെങ്കിൽ എന്താ, സമ്പത്തില്ലെങ്കിൽ എന്താ, ഈമാനിന്റെ വെളിച്ചം കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് പിന്നെ എന്തിനെയാ പേടിക്കേണ്ടത്? എന്താ നമുക്ക് നഷ്ടമാകുന്നത്? അള്ളാഹുവിന്റെ മഹബ്ബത്തും ഹബീബിന്റെ മഹബ്ബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആത്മീയമായ ബന്ധവുമുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് നഷ്ടമാകുന്നത്? അതുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുക, പാപങ്ങൾ എന്ന് കഴുകി ശുദ്ധിയാവുക. നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തുൽ മൗത്തിൽ കിടക്കുമ്പോൾ അവര് ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ,
മാദാ തഷ്തകി, എന്താ നിങ്ങൾക്ക് ആവലാതിയുള്ളത്? മരിക്കാൻ കിടക്കുകയാണ്. 63-ാമത്തെ വയസ്സിൽ ഇഷ്ട കൂട്ടുകാരനായ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പ്രായത്തിലാണ് സിദ്ദീഖ് എന്നവർ വഫാത്താകുന്നത്. നോക്കണം, 2 വയസ്സ് നബിയെക്കാളും കുറവായിരുന്നു സിദ്ദീഖ് തങ്ങൾക്ക്. ഹബീബ് 63-ാമത്തെ വയസ്സിൽ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 63-ാമത്തെ വയസ്സിൽ വഫാത്താകാൻ കിടക്കുമ്പോ മാദാ തഷ്തകി, എന്തെങ്കിലും പരാതിയുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ? ഖാല അഷ്തകി ദുനൂബി, ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ്. ആരായി പറയുന്നത്? സിദ്ദീഖേ, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ട് എന്ന് എത്ര തവണയാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ കൂടെ റൗദാ ഷരീഫിൽ ഹബീബിന്റെ തോളിനോട് ചേർന്ന് തലവെച്ച് കിടക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ്. മുഅ്മിനേ, നമ്മൾ എത്രയധികം പേടിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നിർണായകമായ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉന്മേഷമുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ഊർജ്ജസ്വലതയുണ്ടായിരുന്ന കാലത്ത്, എന്തിനും ചാടി പുറപ്പെടാൻ കഴിഞ്ഞിരുന്ന കാലത്ത് റബ്ബ് തആലയെ മറന്നു ചെലവഴിച്ച ഓരോ സെക്കൻഡുകളെ കുറിച്ചും നമ്മൾ എത്രത്തോളം കരയേണ്ടവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, അല്ലാഹുവേ നീ പുറത്തു തരണേ റബ്ബേ. സ്വഹാബിമാര് ചോദിച്ചു, മാദാ തുരീദ്, സിദ്ദീഖേ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഖാല ഉരീദുൽ മഗ്ഫിറ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവര് ചോദിക്കുന്നത്, സിദ്ദീഖേ മരുന്ന് വേണോ, ഡോക്ടറെ കൊണ്ടുവരട്ടെ, ചികിത്സ തരട്ടെയോ എന്നൊക്കെയാണ്. പക്ഷെ സിദ്ദീഖ് എന്നവരുടെ മറുപടി, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നു, എൻ്റെ പാപങ്ങൾക്ക് അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ, എനിക്ക് റബ്ബ് മഗ്ഫിറത്ത് നൽകുമോ? അവർ ചോദിക്കുന്നത് മറ്റൊന്ന്, മറുപടി തരുന്നത് വേറൊന്ന്. സ്വഹാബിമാര് ചോദിച്ചു, നദ്ഉ ലക തബീബാ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തട്ടെയോ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അത്വബീബു ഖദ് റആനി, എന്റെ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഡോക്ടർ വന്ന് കണ്ടുപോയിട്ടുണ്ട്. മാദാ ഖാല ലക്, ഡോക്ടർ എന്തേ നിങ്ങളോട് പറഞ്ഞത്? അസുഖം മാറുന്നു പറഞ്ഞോ? നമ്മളുണ്ടല്ലോ ആശുപത്രിയിൽ മാരകമായ രോഗങ്ങൾക്ക് അടിമകളായി കിടക്കുമ്പോ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നാവിൽ നിന്ന് സുഖമാവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വാക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കെഞ്ചുന്ന നേരമുണ്ട്. ഇത് സുഖമാവാൻ സാധ്യതയില്ല എന്ന് കേൾക്കുമ്പോ നമ്മൾ പെടഞ്ഞു വേദനിക്കുന്നുണ്ട്. ആ നിരാശയിലാണ് നമ്മൾ ഓടുന്നത് മഹാന്മാരുടെ മുമ്പിലേക്ക് റുഖിയയുടെ വെള്ളം കുടിക്കാൻ വേണ്ടിയല്ലേ? മഹാനായ ഇവിടെ വരാൻ പോകുന്ന മഹാനായ മാണിയൂർ അഹ്മദ് മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എത്രയായിരക്കണക്കിന് രോഗികൾക്ക് ആ മഹാനുഭാവൻ റുഖിയ ചെയ്ത് ഊതി കൊടുക്കുന്ന വെള്ളം കൊണ്ട് അള്ളാഹു ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു സൗഭാഗ്യമാണ്. ഖുർആനിന് ശിഫയുണ്ട്, പക്ഷെ നമ്മൾ ഓതിയ ശിഫയുണ്ടോ? നമ്മൾ ഓതിയിട്ട് ശിഫയാകുന്നുണ്ടോ? മഹാൻ ഓതുന്ന വാക്ക് നമ്മുടെ വായിലൂടെ വന്നിട്ട് ഈ അത്ഭുതം കാണുന്നുണ്ടോ? ആ മഹാനായ വ്യക്തിത്വം നന്നാവുമ്പോഴാണ് ആ വചനങ്ങൾക്ക് അല്ലാഹു ഫലം നൽകുന്നത്. മഹാനായ മാണിയൂർ ഉസ്താദ് സദസ്സിലേക്ക് വരാൻ പോവുകയാണ്. അല്ലാഹു മഹാനുഭാവന്റെ അഭാവത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹുവേ നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നീ ആയുസ്സിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിന് അത്തരം ആലിമീങ്ങളുടെ തണൽ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അതൊരു സൗഭാഗ്യമല്ലേ? മാദാ ഖാല ലക, നിങ്ങളുടെ ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞത് എന്ന് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് ഉദ്ദേശിച്ച ഡോക്ടറെയല്ല പറയുന്നത്. എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഖാൽ ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ചെയ്യും നിന്റെ ശരീരത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്നതെല്ലാം നിന്റെ ശരീരത്തിൽ ഞാൻ ചെയ്യും എന്നോട് മറുപടി പറഞ്ഞു എന്റെ തബീബ്. കൈഫ അഷ്കൂ ഇലാ തബീബി മാ ബി വല്ലദീ ഖദ് അസാബനി മിൻ തബീബി. എന്റെ ഡോക്ടറോട് ഞാൻ എങ്ങനെ പരാതി പറയാനാണ്? എന്റെ അസുഖം തന്നെ എന്റെ ഡോക്ടർ തന്നതല്ലയോ? അതാ സിദ്ദീഖ് തങ്ങളുടെ മറുപടി. എന്റെ ഡോക്ടർ അല്ലാഹു അല്ലേ. ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ സുബഹിയോടടുത്ത നേരത്തും പറയുമായിരുന്നു അത്രേ, ഔവാഹും മിൻ ദുനൂബി ഔവാഹും മിൻ ഖതായായ ഔവാഹും മിൻ സയ്യിആതി. ഇബ്രാഹിം നബിയുടെ ദുആയായിരുന്നു അത്രേ അത്. ഔവാഹും മിൻ ദുനൂബി, എൻ്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു റബ്ബേ. ഔവാഹും മിൻ ഖതായായ ഔവാഹും മിൻ സയ്യിആതി എന്ന് നിരന്തരം ദുആ ചെയ്യുന്ന മഹാനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഔവാഹും മുനീബ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോ ഒരു പ്രവാചകനോ പാപങ്ങളില്ല എന്നാണ് നമ്മുടെ അഹ്ലുസുന്നയുടെ മദ്ഹബ്. ഒരു പ്രവാചകനും ഏത് നബിയും പാപസുരക്ഷിതരാണ്. എല്ലാ നബിമാരും പാപസുരക്ഷിതരാണ്. അവരിൽ നിന്ന് നുബുവത്തിന് മുമ്പോ ശേഷമോ തെറ്റുകൾ സംഭവിക്കുകയില്ലെന്നാണ് പ്രബലപക്ഷം. എന്നിട്ട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തേക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഔവാഹും മിൻ ദുനൂബി ഔവാഹും മിൻ ഖതായായ ഔവാഹും മിൻ സയ്യിആതി എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിരുന്നുവത്രേ. നമുക്കും പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഔവാഹും മിൻ ഖതായായ ഔവാഹും മിൻ ദുനൂബി ഔവാഹും മിൻ സയ്യിആതി. റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഈ സദസ്സിൽ വളരെ ചൂടെടുത്ത് വിഷമിച്ചിരിക്കുന്ന ഈ നേരത്തെ പിഞ്ചു മക്കളെ കൈകളിൽ വെച്ച് ഉമ്മമാര്, പ്രായമുള്ള ഉപ്പമാര്, ചെറുപ്പക്കാര്, വിദ്യാർത്ഥിനികള് ഈ സദസ്സിൽ ഇരുന്ന് ദുആ ചെയ്യുന്നു റബ്ബേ. ഔവാഹും മിൻ ദുനൂബി ഔവാഹും മിൻ ഖതായായ ഔവാഹും മിൻ സയ്യിആതി. പടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരുടെയും പാപങ്ങളെ നീ മായിച്ചു കളയണേ റബ്ബേ. ഞങ്ങൾക്ക് നീ ശുദ്ധി വരുത്തണേ തമ്പുരാനെ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി, കറുത്ത വർഗ്ഗക്കാരനായിരുന്ന എത്യോപ്യക്കാരനായിരുന്ന, എന്നാൽ ഹൃദയത്തിനുള്ളിലേക്ക് ഈമാനിന്റെ വെളിച്ചമുണ്ടായ ബിലാൽ ഇബ്നു റബാഹുൽ ഹബശി റളിയല്ലാഹു തആല അൻ. മഹാനവറുകൾ സുബ്ഹിയോടടുത്ത നേരത്ത് ദുആ ചെയ്യും, അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു നഹാരിക വ ഇദ്ബാറു ലൈലിക വഹാദാ സഹറുൻ ഫഗ്ഫിർ ലീ ഇലലി. ബിലാൽ തങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ സുബഹി നേരത്തിന്റെ മുമ്പുള്ള നേരം, സുബഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരം, ആ ദിജലയുടെ ഓളങ്ങളിൽ അധ്വാനിക്കുന്ന, ദിജലയുടെ കരയിൽ നിന്ന് ചുമട്ടു തൊഴിലാളിയായി പണിയെടുക്കുന്ന അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹൃദയം തുറന്നു കളഞ്ഞ ആ സാധാരണക്കാരൻ എഴുന്നേൽക്കുന്ന നേരം, രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കുമത്രേ. പകലന്തിയോളം അധ്വാനിക്കുന്ന ഈ മനുഷ്യൻ നോക്കൂ, ബിലാൽ ഇബ്നു റബാഹ് എന്നവർ യഖൂലു മഅസ് സഹർ, മഹാനവറുകൾ സുബ്ഹിയാകുമ്പോൾ ദുആയിരക്കും, അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു നഹാരിക്, റബ്ബേ നിന്റെ പ്രഭാതം പൊട്ടിവിടരാൻ പോവുകയാണ്, നിന്റെ പ്രഭാതം മുന്നിട്ടിരിക്കുന്നു. വ ഇദ്ബാറു ലൈലിക, നീ തന്ന രാത്രി ഇതാ പിന്നിട്ട് പോവുകയാണ്. വഹാദാ സഹറുൻ, ഇത് അത്താഴ നേരമാണല്ലോ റബ്ബേ. ഫഗ്ഫിർ ലീ ഇലലി, എൻ്റെ പാപങ്ങളും തെറ്റുകളും നീ എനിക്ക് മായ്ച്ചു കളയണേ തമ്പുരാനെ. മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യാ ലൈതനി കുൻതു റമാദാ, ഞാൻ ചാരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തദറുനി റിയാഹ്, കാറ്റടിച്ചു വീശി ചാരം പൊടിപൊടിയായി മാറുന്ന പോലെ ഞാനൊരു ചാരമായി മാറിയിരുന്നെങ്കിലെന്ന് മഹാനായ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻ. എന്തിനേറെ പറയണം, നമ്മുടെ എത്രയോ ചരിത്ര സംഭവങ്ങളിൽ നമ്മുടെ ജീവനായി ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, യാ ലൈതനി കുന്തു ഷജറതൻ ഉഅ്ളദ്, പടച്ചവനെ പിഴുതെടുക്കപ്പെടുന്ന ഒരു വൃക്ഷമായി ഞാൻ മാറിയിരുന്നെങ്കിൽ, പിഴുതെടുക്കപ്പെടുന്ന ഒരു വൃക്ഷം ഞാൻ എന്തിന് ജീവിച്ചു. യാ ലൈത ഉമ്മീ ലം തലിദിനി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിലെന്ന് മരണനേരത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു വിചാരണയുടെ രംഗമോർത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അറിയണം, സ്വഹാബികളിൽ നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ടായിരുന്ന സ്വഹാബിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൗലൽ ആഖിറ ലകാന ഗൈറ മാ തറൂൻ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹപാഠികളെ, കൂടെ പഠിച്ചവരെ,
കള്ളുകുടിയന്മാരായി മക്കയുടെ പ്രമാണിമാരായി വിലസുമ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ആരോഗ്യമുണ്ട്. അവരൊക്കെ ചെയ്യുന്ന പോലെ ഏത് പെണ്ണിനെയും പിടിച്ചുകൊണ്ടുവരാം, ഇഷ്ടം പോലെ മദ്യപിക്കാം, പിടിച്ചുപറിച്ച് ജീവിക്കാം, എല്ലാം സാധ്യമായിരുന്ന ഫാറൂഖ് എന്നവര് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ലൗലൽ ആഖിറ ലകാന ഗൈറ മാ തറൂൻ. ജനങ്ങളെ, ആഖിറമില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഉമറായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. ആഖിറമുള്ളതിന്റെ പേരിലാ ഈ ഉമർ ഇങ്ങനെ പച്ചപ്പാവമായത്. ലൗലൽ ആഖിറ, ആഖിറമില്ലായിരുന്നെങ്കിൽ ലകാന ഗൈറ മാ തറൂൻ, നിങ്ങൾ ഈ കാണുന്ന ഉമറിനെയല്ല നിങ്ങൾ കാണുക, ഞാൻ ആള് മാറുമായിരുന്നു. പക്ഷേ ആഖിറം പേടിച്ചുകൊണ്ടാണ് ഞാൻ അടങ്ങിയിരിക്കുന്നത്. അതൊരു വല്ലാത്ത വാക്കല്ലേ, ലൗലൽ ആഖിറ ലകാന ഗൈറ മാ തറൂൻ. ആ മഹാനവറുകളാണ് പറയുന്നത്, റബ്ബേ, ഞാൻ പിഴുതെടുക്കപ്പെട്ടു പോകുന്ന ഒരു വൃക്ഷമായി മാറിയിരുന്നെങ്കിൽ. നമ്മളൊക്കെ ഹൃദയത്തിനുള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണിത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളിലെ ആലിമായ സ്വഹാബി, മഹാനവറുകൾ പറയുമായിരുന്നു, മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അഖ്മുസാഹു ബിൽ അർശ്, അഖ്മുസാഹു ബിസാഖിൽ അർശ്, അർശിന്റെ തൂണിലേക്ക് കാലിന്റെ അടിഭാഗം തട്ടി നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വല്ലാഹി ലൗ അലിംതും ദുനൂബി ലഹസൗതും അലാ റഅസി തുറാബ്, വല്ലാഹി ലൗ അലിംതും ദുനൂബി ലഹസൗതും അലാ റഅസി തുറാബ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൂടെ ഒരുപാട് ആളുകൾ കൂടെ സഞ്ചരിച്ചപ്പോഴാണ്, ഒരുപാട് ആളുകൾ കൂടെ ഇങ്ങനെ കൂടി നടന്നപ്പോ മഹാൻ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ എന്തിന് എൻ്റെ കൂടെ കൂടണം? ഞാൻ ചെയ്തു പോയ തെറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ തലയിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയെറിയുമായിരുന്നു, നിങ്ങൾ എന്നെ ബഹുമാനിക്കുമായിരുന്നില്ല, നിങ്ങൾ എന്നെ ആദരിക്കുമായിരുന്നില്ല. ഇത് പറയുമ്പോഴും സ്വഹാബികളിലെ അത്യുന്നതമായ സ്ഥാനീയനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ മഹാനുഭാവൻ സ്വന്തത്തോട് തോന്നുന്ന തോന്നല് ഞാൻ ഒന്നുമല്ല എന്ന തോന്നലാണ്. ഇങ്ങനെ ജീവിതം സജ്ജനങ്ങളുടെ കൂടെ ജീവിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നവരെ, ജീവിതം സ്വലാത്തിലും ദിക്റിലും കഴിച്ച മഹാൻ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സുഹബത്തിലായി കഴിച്ച മഹാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വന്തത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ രാത്രികാലങ്ങളിൽ കഫകളിലും അതുപോലെ തന്നെ തെരുവുകളിലും റോന്ത് ചുറ്റുകയും കറങ്ങുകയും ചെയ്ത് നാട് വിട്ടു കഴിഞ്ഞാൽ കോലം മാറുകയും രാജ്യത്തിന്റെ ബോർഡർ വിട്ടു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആ അധുനാതന ലോകത്തെ നമ്മുടെ യുവജനങ്ങൾ, നമ്മളടക്കമുള്ള ആളുകൾ എന്താണ് നമ്മെപ്പറ്റി പറയേണ്ടത്? എങ്ങനെയാ നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്? ഭൂമിയിലും കരയിലും വെള്ളത്തിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകാശലോകത്ത് അല്ലാഹു അല്ലാതെ ആരാണ് ഫ്ലൈറ്റുകളെ പിടിച്ചു നിർത്തുന്നത്? ആരാണ്? അല്ലാഹു അല്ലാതെ. എന്നിട്ട് പോലും വിമാനത്തിനുള്ളിലും മനുഷ്യൻ തിന്മ കാണുന്നു, മനുഷ്യൻ തിന്മയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ റബ്ബിനോട് മാപ്പ് പറയും? നമ്മൾ എന്തൊക്കെയാ പറയേണ്ടത്? നന്മയിൽ ജീവിച്ച സജ്ജനങ്ങൾ ഇതാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റബ്ബിനോട് തൗബ ചെയ്യുക? ഹൃദയത്തിന് മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും പാപക്കറകളെ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞ സമയവും കഴിഞ്ഞു.